ഹരേ കൃഷ്ണ. നമ്മളുടെ ഗീത രഹസ്യം എന്ന ഭഗവത്ഗീതയുടെ ഈ ഓവർവ്യൂ കോഴ്സിന്റെ 9ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഇന്ന് വിശേഷപ്പെട്ട ദിവസമാണ്. നാളെ വിഷുവാണ്. ഇന്ന് അതിന്റെ തലേ ദിവസമാണ്. എല്ലാവരും അതിന്റെ തിരക്കിലായിരിക്കും എന്നറിയാം. എങ്കിലും നിങ്ങളുടെ വിലയേറിയ സമയം കണ്ടെത്തി നിങ്ങൾ ഈ സെഷനിൽ വന്നതിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. എൻ്റെ കൃതജ്ഞതയും രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഹരേ കൃഷ്ണ. നമുക്ക് ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. സോ വന്നിരിക്കുന്ന ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഭഗവത്ഗീത ഓവർവ്യൂ സെഷന്റെ അല്ലെങ്കിൽ ഗീതാ രഹസ്യം എന്ന ഈ സെഷന്റെ 9ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായത്തിലേക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറയുകയുണ്ടായി, ഭഗവത്ഗീതയുടെ ആദ്യത്തെ 6 അധ്യായം കഴിഞ്ഞ് 2ാമത്തെ 6 അധ്യായം, അതുപോലെ അല്ലെങ്കിൽ 3ാമത്തെ 6 അധ്യായം, ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ഭഗവത്ഗീത തിരിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഈ 6 അധ്യായങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങൾ. ഈ 6 അധ്യായങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ട
ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 9ാമത്തെ അധ്യായം. അതായത് ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ്, അല്ലെങ്കിൽ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന ഈ അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഭാഗം ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്നത്തെ അധ്യായം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ എല്ലാവരോടും കഴിഞ്ഞ ദിവസത്തെ ഒരു ചെറിയ ഒരു റീക്യാപ്പ് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് പ്രിഫറൻസ് ആദ്യമായിട്ട് വരുന്ന ഭക്തർക്ക് കൊടുക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്താണ് എന്ന് ദയവായിട്ട് ഒന്ന് പറയുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞവരാരും പറയുന്നില്ലല്ലോ. ഓക്കെ, പറഞ്ഞാട്ടെ പുഷ്പ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് 8th ചാപ്റ്റർ പരമപാദ പ്രാപ്തി അതായിരുന്നു. അതില് ഡെഡ്, ഡൗട്ട്സ്, എൻഡ് ഓഫ് ലൈഫ്, അറ്റൈനിങ് ദി സുപ്രീം, ഡെവോഷൻ. ഫസ്റ്റ് ഡൗട്ട് പറയുമ്പോൾ ബ്രഹ്മാവ് എന്താണ്, കർമ്മ എന്താണ്, ആധ്യാത്മരൂപം എന്താണ്, ആദിദേവൻ എന്താണ് എന്നുള്ള സംശയങ്ങളും അതിന്റെ സൊല്യൂഷനും പറഞ്ഞു. പിന്നെ എൻഡ് ഓഫ് ലൈഫ് പറഞ്ഞ ഡെത്ത്. ഭഗവാനെ ഓർത്ത് മരിക്കുകയാണെങ്കിൽ ഭഗവാനിന്റെ അടുത്ത് എത്തും എന്നാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറയില്ല, വിശ്വാസം എന്ന് പറയരുത്, അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. സത്യം. ഓക്കെ, സത്യം. പ്രിപ്പയർ ആർട്ട് ഓഫ് ലിവിങ് ബോഡി. അപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മാത്രമല്ല പ്രാക്ടീസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളെ ദൈവത്തിന്റെ അവിടെ എത്തും. എൻഡ് ഓഫ് ദി ബോഡി. പിന്നെ അറ്റൈനിങ് ദി സുപ്രീം, ഷഡ് ചക്ര യോഗം പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അവിടെ എത്തും. പക്ഷെ അത് കഷ്ടമാണ്. നമ്മള് ഈ ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ അത് കഷ്ടമാണ്. അപ്പോ പ്രാക്ടീസിങ് റിമെമ്പർ ഓഫ് കൃഷ്ണ, നമ്മൾ എപ്പോഴും കൃഷ്ണനെ ഓർത്തുകൊണ്ടിരുന്ന സനാതന പിതാവായ ഭഗവാൻ നമ്മൾ എല്ലാവരെയും ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. നമ്മൾ എപ്പോഴും അതന്നെ ഓർക്കാൻ പറ്റും. പിന്നെയുള്ളത് ഡെവോഷൻ, പുണ്യഫലങ്ങൾ. അപ്പൊ നമ്മള് ഏത് സമയത്ത് വേണമെങ്കിൽ മരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ പേര് പറയാതെ തന്നെ മരിക്കാം. ആണെങ്കിലും നമ്മൾ ചെയ്ത കുറെ പുണ്യഫലങ്ങൾ എപ്പോഴും നമ്മൾ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഗുണങ്ങളെ കൊണ്ട് ഭക്തരനെ ഭഗവാൻ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലായത്. അപ്പൊ ഭക്തി മാർഗം മതി ഭഗവാന്റെ അടുത്ത് എത്താനാണ് ഇതിലെ ഫുൾ സാരാംശം. വെരി ഗുഡ്. വളരെ സന്തോഷം പുഷ്പ മാതാജി. വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് മാതാജിക്ക് തീർച്ചയായിട്ടും ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? ഓക്കെ, അതായത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഡിവോട്ടീസിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദയവായി പറയാവുന്നതാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാൻ അഡീഷണൽ പോയിന്റ് പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. എക്സിസ്റ്റിംഗ് ഡിവോട്ടീസ് എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഇത് തന്നെ ധാരാളം പ്രഭുജി. നമ്മൾ എഴുതിയതിനേക്കാൾ കൂടുതലായിട്ട് മാതാജി പറഞ്ഞല്ലോ. വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. നോ പ്രോബ്ലം. എന്താ മാതാജി? ഓക്കെ, ഫൈൻ, നോ പ്രോബ്ലം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം പറഞ്ഞതിൽ. നിങ്ങൾ പറഞ്ഞ പോയിന്റ്, മാതാജി പറഞ്ഞ പോയിന്റ് വളരെ വെൽ നോട്ടഡ്. വളരെ സന്തോഷമുണ്ട്. കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഈ ക്ലാസ്സിൽ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്ന പോയിന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. സോ
നമ്മൾ ഇന്നലെ നോക്കിയപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ പോയിന്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. എന്റെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ പ്രഭു, കാണാം. ഓക്കെ, എന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാമല്ലോ? ക്ലിയർ ആണ് പ്രഭു. ഓക്കെ, സോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഡൗട്ട്സ്, എൻഡ് ഓഫ് ലൈഫ്, അറ്റൈനിങ് ദ സുപ്രീം ആൻഡ് ഡിവോഷൻസ്. സോ ഈ 4 പോയിന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് പുഷ്പമാതാജി പറഞ്ഞു. സോ ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഒരു കാര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്, നമുക്ക് അറിയേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അറ്റൈനിങ് ദ സുപ്രീം എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ പറഞ്ഞു അഷ്ടാംഗ യോഗത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞ 8 അഷ്ടാംഗ യോഗവും പിന്നെ അതുപോലെ ഷഡ്ചക്ര യോഗങ്ങളെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ. ഷഡ്ചക്ര യോഗ അതിൽ കൂടി അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഭക്തിയുത സേവനത്തിൽ കൂടി നമുക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഷഡ്ചക്ര യോഗ അത് റേസ് ചെയ്ത് വരുന്നത് എത്രമാത്രം ഡിഫിക്കൽട്ടാണ്, എത്രമാത്രം പ്രയാസമുള്ള കാര്യമാണ് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അതിൽ തന്നെ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യം. അതായത് ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് ചെയ്തെങ്കിൽ മാത്രമേ ഭഗവാനെ അവിടെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു പോയിന്റ് നമ്മൾ അവിടെ പ്രധാനമായിട്ട് നമ്മൾ ഇന്നലെ നോട്ട് ചെയ്യുകയുണ്ടായി. അതേ പോയിന്റ് വളരെ ഈസി ആയിട്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട്, അതായത് അന്തകാലേച്ച മാമേവ സ്മരൺ മുക്ത്വ കലേവരം എന്ന ശ്ലോകം പറഞ്ഞുകൊണ്ട് അത് ഭക്തിയുത സേവനത്തിൽ കൂടി നമുക്കത് സാധിക്കും എന്ന് ഉണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട ആ ഷഡ്ചക്ര യോഗ പ്രോസസ്സിൽ കൂടി നമ്മൾ ചെയ്ത് അതേ ആ കഷ്ടപ്പാട് അനുഭവിക്കേണ്ട ആവശ്യം വരുന്ന പുഷ്പമാതാജി ഇപ്പൊ പറയുകയുണ്ടായി. അത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അപ്പൊ അങ്ങനെ പ്രയാസമേറിയ കാര്യമല്ല, അത് വളരെ നിസാരമായിട്ട് നമുക്ക് ഭഗവാന്റെ ഭക്തിയുത സേവനം വളരെ ഇപ്പൊ നമ്മൾ ഇന്ന് കാണുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാകും. ഒന്നും കൂടി വിശദമായിട്ട് നമുക്ക് എത്രമാത്രം ആനന്ദപ്രദത്തോടു കൂടി നമുക്ക് ഇന്ന് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നുണ്ട്. സോ അധ്യായം തുടങ്ങുന്നതിന് മുമ്പ്, അധ്യായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അധ്യായത്തിൽ കൂടി നമ്മൾ മുഴുവനായിട്ട് പഠിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഭഗവാൻ സ്വയം ഈ അധ്യായത്തിൽ നമുക്ക് 34 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഈ 34 ശ്ലോകങ്ങളിൽ 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ സ്വയം ഇനി പറയാൻ പോകുന്ന ജ്ഞാനത്തിന്റെ, അതായത് രാജവിദ്യ, രാജഗുഹ്യം എന്ന് പറയുന്ന ആ ജ്ഞാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ തന്നെ പറയുകയാണ് 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളിൽ. 4 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ തൻ്റെ തന്നെ സവിശേഷതകളെ കുറിച്ചിട്ട്, അതായത് ഐശ്വര്യ ജ്ഞാനം, ഭഗവാന്റെ റിലേഷൻഷിപ്പ്, ഈ ഭൗതിക പ്രപഞ്ചവുമായിട്ടുള്ള ഭഗവാന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഭഗവാൻ അവിടെ പ്രകീർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർഷിപ്പേഴ്സ് ഓഫ് ലോർഡ് കൃഷ്ണ, ഭഗവാനെ ഭജിക്കുന്ന പലതരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. 26 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഭഗവത് ഭക്തി അല്ലെങ്കിൽ കൃഷ്ണഭക്തി ചെയ്യുന്നതിനുള്ള മഹത്വം, അതിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ഇതാണ് പറയുന്നത്. അപ്പോ ഈ അധ്യായത്തില് രാജവിദ്യ രാജഗുഹ്യ യോഗം ആണ് ഈ അധ്യായത്തിന്റെ പേര് നൽകിയിരിക്കുന്നത്. ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ്. അപ്പോ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് എന്ന് പറയുമ്പോൾ രാജവിദ്യ, ദ കിങ് ഓഫ് നോളജ് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അക്രോണിം ഈസ് നത്തിങ് ബട്ട് കിങ്. 9ാമത്തെ അധ്യായത്തിന്റെ അക്രോണിം എന്ന് പറയുന്നത് കിങ് എന്നാണ്, KING. കാരണം അത് രാജവിദ്യ രാജഗുഹ്യമാണ്. ഏറ്റവും ദ കിങ് ഓഫ് നോളജ്, ഏറ്റവും ടോപ്പിൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ അധ്യായത്തിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ അധ്യായത്തിൽ കൂടി കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വീട്ടില്, നമ്മളുടെ വീട്ടില് ഒരു മണി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിലപ്പെട്ട വസ്തു നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വിലപ്പെട്ട വസ്തു നമ്മൾ എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ വീടിനൊരു ലോക്ക് ഉണ്ടാകും. അതിനകത്തിൽ നമ്മളുടെ
മാസ്റ്റർ ബെഡ്റൂമിന് ഒരു ലോക്ക് ഉണ്ടാകും. അത് കഴിഞ്ഞ് അവിടെ ഒരു കബോർഡിന് ഒരു ലോക്ക് ഉണ്ടാകും. ആ കബോർഡിന് ഒരു ഡ്രോയർ ഉണ്ടാകും. ആ ഡ്രോയറിനകത്തിൽ ഒരു ഡബ്ബയുണ്ടാകും. ആ ഡബ്ബയ്ക്കകത്തിലായിരിക്കും നമ്മൾ ആ മണി അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വജ്രം ഒക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ. അതായത് ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് ഒരു ഷെല്ലില് എങ്ങനെയാണ് ഒരു പേള് ഹൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെ എങ്ങനെയാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്, അതുപോലെ ഭഗവാൻ അർജുനനുമായുള്ള സംവാദത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് സീക്രട്ട് ആയിട്ടുള്ള അധ്യായമാണ് ഈ പറയുന്ന 9ാമത്തെ അധ്യായം. അതുകൊണ്ടാണ് അതിന് രാജാവ് അല്ലെങ്കിൽ രാജവിദ്യ എന്ന നാമധേയം തന്നെ നൽകിയിരിക്കുന്നത്. സോ കിങ് എന്നതിന് അക്രോണിംസ് KING. എന്താണ്? ഒന്നാമത്തേത് K ഫോർ നോളജ്, ജ്ഞാനമാണ്. എന്തിനെ കുറിച്ച്? അപ്പൊ ഭഗവാൻ ഈ ജ്ഞാനത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുകയാണ് ചെയ്യുന്നത്. ഇൻകൺസീവബിൾ റിലേഷൻഷിപ്സ്, അതാണ് I. ഭഗവാനുമായിട്ടുള്ള ആ സംബന്ധത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്. അത് നമുക്ക് 9ാം അധ്യായത്തിൽ 4 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നോൺ വർഷിപ്പ്, ഭഗവാനെ ഭജിക്കാതെ അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ കോൺസിക്വൻസസ്, അല്ലെങ്കിൽ എങ്ങനെയുള്ളവരാണ് ഭഗവാനെ ഭജിക്കാത്തത്, 11 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും. ഭഗവത് ഭക്തിയുടെ മഹത്വത്തെ കുറിച്ചിട്ട് 9ാമത്തെ അധ്യായത്തിൽ 26 മുതൽ 34ാമത്തെ ശ്ലോകം വരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇന്നത്തെ അക്രോണിം കിങ്. കിങ് എന്ന് പറഞ്ഞാൽ നോളജ്, ഇൻകൺസീവബിൾ റിലേഷൻഷിപ്പ്, നോൺ വർഷിപ്പ്, ഗ്ലോറീസ് ഓഫ് ഭക്തി. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് നോളജ്? ഭഗവാനോട് പറയുന്നു, ഇതിൽ പറയുന്ന രാജവിദ്യ, രാജഗുഹ്യം എന്ന് പറയുന്നത് ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ്. ഈ ശ്ലോകത്ത് നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച ഇദം തൂ തേ ഗുഹ്യതമം പ്രവിക്ഷ്യാമ്യ അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ഞാൻ ദയവായിട്ട് എല്ലാവരോടും വീണ്ടും റിക്വസ്റ്റ് ചെയ്യാണ്, അൺമ്യൂട്ട് ആകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളവിടെ സംസാരിക്കുന്നത് ഈ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ദയവായിട്ട് ഒന്ന് അൺമ്യൂട്ട് ആകാതിരിക്കാൻ ശ്രമിക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അൺമ്യൂട്ടായിട്ട് ഇതിലേക്ക് കയറുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ അൺമ്യൂട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട്, ആ മൈക്രോഫോണിന്റെ പടമുള്ളത് പ്രസ് ചെയ്തിട്ട് അകത്തേക്ക് കയറുകയാണെങ്കിൽ ശബ്ദമുണ്ടാകില്ല. അതല്ല അല്ലെങ്കിൽ കയറിയാൽ ഉടൻ തന്നെ അൺമ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അൺമ്യൂട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക ദയവായിട്ട്. ഹരേ കൃഷ്ണ. സോ ഇവിടെ പറയുന്നത് ഇദം തൂ തേ ഗുഹ്യതമം പ്രവിക്ഷ്യാമ്യ അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷസേ അശുഭാത്. എന്തുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഗുഹ്യതമം, സംസ്കൃതത്തില് ഗുഹ്യതര, ഗുഹ്യതമ. ആ ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഗുഹ്യതര, ഗുഹ്യതമ. അതായത് ഇത് ഏറ്റവും സൂപ്പർലേറ്റീവ്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ പറയാ, ഗുഡ്, വെരി ഗുഡ്, ദ ബെസ്റ്റ്. അതാണ് സൂപ്പർലേറ്റീവ്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് പോലെ എന്നുള്ള അർത്ഥമാണ് ഇത് ഗുഹ്യതമം എന്ന് പറയുന്നത്. ഗുഹ്യ എന്ന് പറഞ്ഞാൽ രഹസ്യം, ഗുഹ്യതര എന്ന് പറഞ്ഞാൽ മോർ കോൺഫിഡൻഷ്യൽ, അത് ഒന്നുകൂടി രഹസ്യമാണ്. എന്നാൽ ഗുഹ്യതമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കോൺഫിഡൻഷ്യൽ ആണ്, അല്ലെങ്കിൽ ഏറ്റവും രഹസ്യപരമായത് എന്നുള്ളതാണ് അർത്ഥം. അതാണ് 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നോളജ് ഓഫ് മാറ്റർ സ്പിരിറ്റ്. അതായത് നമ്മളത് കണ്ടു, ശരീരവും ആത്മാവും തമ്മിലുള്ള ആ വ്യത്യാസം, അല്ലെങ്കിൽ താൻ ശരീരമല്ല താൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ജ്ഞാനമാണ് നമ്മൾ 2 മുതൽ 6 വരെയുള്ളത് കണ്ടത്. അത് ഗുഹ്യയാണ്, അല്ലെങ്കിൽ അത് കോൺഫിഡൻഷ്യൽ നോളജ് ആണ്. അതീന്ദ്രിയ ജ്ഞാനമൊക്കെ നമ്മൾ 4ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയുണ്ടായി. അതീന്ദ്രിയ ജ്ഞാനത്തെ കുറിച്ചിട്ടൊക്കെ അത്
2 മുതൽ 6 വരെയുള്ളതിൽ പറയുന്നത് മാറ്ററും സ്പിരിറ്റും അല്ലെങ്കിൽ ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസവും, ഞാൻ താൻ ശരീരമല്ല താൻ ആത്മാവാണ് എന്നുള്ള റിയലൈസേഷനിലേക്ക് എത്തുന്ന ആ ഒരു നോളജിനെയാണ് കോൺഫിഡൻഷ്യൽ അല്ലെങ്കിൽ ഗുഹ്യ എന്ന് ഉദ്ദേശിക്കുന്നത്. 7 മുതൽ 8 വരെയുള്ള അധ്യായത്തിൽ നോളജ് ഓഫ് ഭക്തി ഈസ് മോർ കോൺഫിഡൻഷ്യൽ. ഭക്തിയെ കുറിച്ചിട്ടുള്ള ഒരു ആരംഭം നമുക്ക് 7ലും 8ലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഗുഹ്യതര അല്ലെങ്കിൽ മോർ കോൺഫിഡൻഷ്യൽ. എന്നാൽ 9ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് നോളജ് ഓഫ് കേവല ഭക്തി. ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇതൊരു ഒരു യോഗി ഭഗവാനെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചിട്ട് പഠിക്കുകയാണ്. അതാണ് നമുക്ക് ഹൃദയത്തിൽ സ്മരിക്കുമ്പോൾ അത് സ്മരണത്തിലേക്ക് പോകുന്നത് ഭക്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് അദ്ദേഹം എൻട്രി ചെയ്യുകയാണ്. ഇവിടെ എന്നാൽ ഇദ്ദേഹമോ കേവല ഭക്തി, ഓൺലി നത്തിങ് ബട്ട് കൃഷ്ണ, ഭഗവാൻ അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിനില്ല എന്നുള്ളതാണ്. സോ അതാണ് ഗുഹ്യതമ എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ്സ് ദ മജസ്റ്റിക് ആസ്പെക്ട് ഓഫ് ഐശ്വര്യ ആൻഡ് എക്സലൻസ് ഓഫ് പ്യുവർ ഡിവോട്ടി. ഒരു ശുദ്ധ ഭക്തന്റെ മഹത്വത്തെ കുറിച്ചിട്ട് അദ്ദേഹം എത്ര ഉന്നതിയിലാണ് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നോക്കുക, ഈ ഒരു വ്യക്തി ഇത് കോൺഫിഡൻഷ്യൽ നോളജ് ആണ്. ഈ ദേഹം ഇവിടെ നിന്ന് മരിക്കുന്നു, ആ ആത്മാവ് ചെന്നിട്ട് ഇവിടുന്ന് ജീവനിൽ കൂടി ചെന്ന് ഈ ജീവനിൽ കൂടി ചെന്ന് അടുത്ത വീണ്ടും മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു. ഇങ്ങനെ ഇത് കണ്ടിന്യൂസ്. Those who are seers of the truth have concluded that the non-existent, the material body, there is no endurance, and the eternal, the soul, there is no change. This they have concluded by studying the nature of both. ഇത് രണ്ടും, അതായത് ഭൗതികപരമായ വസ്തുക്കളെ കുറിച്ചിട്ടും ആത്മാവിനെ കുറിച്ചിട്ടുള്ള പാഠം പഠിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇവിടെ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചുള്ള വിവരണങ്ങൾ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ലെറ്റ് മീ ഷെയർ ദ സൗണ്ട് ഓൾസോ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡിലേക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഷെയർ സൗണ്ട്. ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ഗുരുജി. പലതരത്തിലുള്ള ലീലകളാണ്. സ്വാഗതം ചെയ്യുകയാണ്. അതാണ് മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ്. സോ ഇവിടെ ഭഗവാന് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് സിംഹവും കടുവയും പശുവും മാനും മയിലും പറവകളും എല്ലാം ഒരുമിച്ച്, ഭക്തന്മാരെല്ലാരും ഒരുമിച്ച് ഭഗവാന്റെ കൂടെ രസിച്ച് കളിച്ച് രസിച്ചിരിക്കുകയാണ്. ആധ്യാത്മിക ലോകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവരാരും അങ്ങോട്ട് ഇങ്ങോട്ടും കടിച്ചു തിന്നുന്നവരല്ല. ഇവരെല്ലാവരും പാല് കുടിച്ച് ജീവിക്കുന്നവരാണ്. ഇവർക്കാർക്കും ഈ സിംഹത്തിന് ഈ മാൻപേടയെ തിന്നണമെന്നോ അല്ലെങ്കിൽ ഈ കടുവയ്ക്ക് ഈ പശുവിനെ തിന്നണമെന്നോ എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നവരല്ല. ഇതെല്ലാവരും ഒരുമിച്ച് ആനന്ദത്തോടുകൂടി ഭഗവത് സേവനം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതം തേ ഗുഹ്യതമം, ഇതം തൂ തേ ഗുഹ്യതമം പ്രവിക്ഷ്യാമ്യ അനസൂയവേ. അനസൂയവേ എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ശില പ്രഭുപാദ് പറയുന്നുണ്ട്. നോക്കുക എന്താണ് ഇവിടെ ശില പ്രഭുപാദിന്റെ ഇതിൽ പറയുന്നത്.
The Sanskrit word anasuyave in this verse is also very significant. Generally, the commentators even if they are highly scholarly, are all envious of Krishna, the Supreme Personality of Godhead. ഈ ഒരു വ്യക്തിയെ കാണിച്ചിട്ടുണ്ട്. ഇദ്ദേഹവും ഭഗവത്ഗീതയെ കുറിച്ചിട്ട് ഒരു കമന്ററി എഴുതിയ വ്യക്തിയാണ്. നോക്കുക, സിഗരറ്റും വലിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. എങ്ങനെ അദ്ദേഹത്തിന് ഭഗവാന്റെ യഥാർത്ഥ ജ്ഞാനത്തെ അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കിയ ഒരാൾക്ക് ഈ ഒരു രീതിയിൽ കമന്ററി എഴുതാൻ സാധിക്കും? Because they are envious of Krishna, their commentaries are useless. The commentaries given by devotees of Lord are bona fide. No one can explain Bhagavad Gita or give perfect knowledge of Krishna if he is envious. One who criticizes the character of Krishna without knowing him is a fool. So, such commentaries should be very carefully avoided. ശ്രീല പ്രഭുപാദ് ഈ ഒരു ഭാവാർത്ഥത്തിൽ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമുക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ തരത്തിലുള്ള കമന്ററീസ് ആരും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. നിങ്ങൾ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാം. ഈ ശബ്ദം ഞാൻ ആരാന്ന് പറയുന്നില്ല. ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കുക ഇത് ആരാണെന്ന്. ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല ആരാണെന്ന്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് എത്ര വിഡ്ഢിത്തരമായിട്ടുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഞാനത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാം. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പറയുന്നത് കേൾക്കുക ആദ്യം അദ്ദേഹം. Sorry. When Krishna is saying to surrender, not that we have to surrender to Krishna. Actually, we should surrender to Brahman, speaking through Krishna. Personal character of Krishna is immoral. He danced with the wives of other men. He had many wives. He is normal human like all of us. Don't take Krishna seriously. പറഞ്ഞത് കേട്ടോ അദ്ദേഹം? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടോ? കേട്ടു. ഇംഗ്ലീഷ് ആണല്ലോ, മലയാളം ആയില്ലല്ലോ കൃഷ്ണ. അതെ, ഓക്കെ. എന്നാലും കേട്ടുവല്ലോ. മലയാളം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത്, ഭഗവാൻ ഇവിടെ പറയുന്നത് എന്നിൽ ശരണം പ്രാപിക്കൂ എന്നാണ് ഭഗവത്ഗീതയിൽ കൂടി പറയുന്നത്. നിങ്ങൾ കൃഷ്ണനെ കേൾക്കേണ്ട ആവശ്യമില്ല. അവിടെ കൃഷ്ണൻ എന്നിൽ ശരണം പ്രാപിക്കൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം കൃഷ്ണനിൽ ശരണം പ്രാപിക്കൂ എന്നല്ല, ബ്രഹ്മണിൽ ശരണം പ്രാപിക്കൂ എന്നാണ്. കൃഷ്ണന്റെ ജീവിതം ഒരു ഇമ്മോറൽ ജീവിതമായിരുന്നു. ഹി ഡാൻസ്ഡ് വിത്ത് അതേഴ്സ് വൈഫ്, അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളുമായിട്ട് അദ്ദേഹം മറ്റുള്ള പുരുഷന്മാരുടെ ഭാര്യമാരും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാര്യമാരുമായി അദ്ദേഹം ഡാൻസ് ചെയ്തു. അദ്ദേഹത്തിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു ഇമ്മോറൽ ആയിട്ടുള്ള ജീവിതമായിരുന്നു എന്നാണ് ഈ വ്യക്തി പറഞ്ഞത്. നിങ്ങൾക്ക് ശബ്ദം ഒരു പക്ഷേ കേട്ട് ഐഡന്റിഫൈ ചെയ്യാമെങ്കിൽ കേട്ടാൽ മതി. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഐ വിൽ നോട്ട് സേ ദാറ്റ് ഹു വാസ് ദാറ്റ്. പക്ഷേ എത്ര വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ശ്രീമദ് ഭാഗവതത്തിന്റെ വർണ്ണനയെ അദ്ദേഹം കംപ്ലീറ്റ് തിരസ്കരിച്ചുകൊണ്ട് അതിനെ ഒരു ദുർവ്യാഖ്യാനം ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. തുടർന്ന് പോകുമ്പോൾ ഇതിന്റെ എത്രമാത്രം അതിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കും. സോ ഇവിടെ ഭക്തിയുടെ മഹത്വത്തെ കുറിച്ചിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ്? 8 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ് ഓഫ് പ്യുവർ ഭക്തി. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതം ഉത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ച് 8 മഹത്വത്തെക്കുറിച്ചിട്ടാണ്, ഭക്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഈ ജ്ഞാനം രാജവിദ്യയാണ്. രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും ഏറ്റവും പവിത്രവുമാണിത്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നത് കൊണ്ട് ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ് ഇത്. ഇങ്ങനെ 8 സ്പെഷ്യാലിറ്റിയാണ് യഥാർത്ഥ ഭക്തിക്ക് ഉള്ളത്. അതാണ്
the characteristics of knowledge of pure bhakti. എന്നാൽ ഇങ്ങനെ വളരെ സ്പഷ്ടമായിട്ട് ഭക്തിയുടെ മഹത്വം ഭഗവാൻ പറയുന്നുണ്ട് എങ്കിൽ എല്ലാവരും എന്തുകൊണ്ടാണ് ഈ ഭക്തിയിലേക്ക് വരാത്തത്? Although bhakti is so joyful, the faithless and envious people do not perform bhakti and are thus deprived of the supreme goal of attaining Krishna. The faithless and envious. ആർക്കാണോ ഇതിൽ വിശ്വാസമില്ലാത്തത്, ഭഗവാനോട് അസൂയാലുവായ വ്യക്തി. ഇവിടെ ഒരാളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ആ ആളുടെ ജീവിതത്തെക്കുറിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിക്കുന്നത്. നാരദമുനി became a great Krishna conscious devotee. ഇദ്ദേഹം ഒരു തികഞ്ഞ ഭക്തനായി മാറുകയാണ് ചെയ്തത്. നാരദമുനിയുടെ മുൻ ജന്മത്തിൽ അദ്ദേഹം ഒരു ഗന്ധർവനായിരുന്ന അദ്ദേഹം വളരെയധികം, അതായത് വളരെ മനോഹരമായ ശാരീരിക സൗന്ദര്യത്തോടു കൂടിയും വളരെ വലിയ ഒരു ഗായകനും ഒക്കെ ആയിരുന്ന അദ്ദേഹം അങ്ങനെ രസിച്ച് കളിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം വളരെയധികം ഒഫെൻസീവായിട്ട് പ്രവർത്തികൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ശാപം ലഭിക്കുകയാണ്, ഭൂമിയിൽ ഒരു ദാസി പുത്രനായി ജനിക്കണം എന്ന്. അങ്ങനെ ഒരു 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 വേലക്കാരി അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയുടെ പുത്രനായിട്ട് അദ്ദേഹം ജനിക്കേണ്ടതായി വന്നു. അദ്ദേഹം അങ്ങനെ ജനിച്ചതിന് ശേഷം പക്ഷേ അദ്ദേഹത്തിന്റെ പുണ്യകർമ്മങ്ങളുടെ ഫലം എന്നോണം ഈ സ്ത്രീ, ഈ സെർവന്റ് അല്ലെങ്കിൽ ഈ ഒരു വേലക്കാരിയായിട്ട് നിന്ന് അവർക്ക് ഒരു സന്യാസികൾ 4 മാസം നിന്ന വീട്ടിൽ പോയി താമസിച്ച് അവർക്ക് സേവനം ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിക്കുകയാണ് ചെയ്തത്. അവരവിടെ പോയി, അവിടെ ചെന്നിട്ട് അവര് സേവനത്തിന് വേണ്ടി അവരോട് ആഗ്രഹിച്ചു. അങ്ങനെ അവരോട് അപേക്ഷിച്ചപ്പോൾ അവർ സേവനം ചെയ്യാനുള്ള അവസരം കൊടുത്തു. ആ സ്ത്രീ അവർക്ക് വേണ്ടി ഭക്ഷണമെല്ലാം പാചകം ചെയ്ത് ഈ നാരദമുനി അല്ലെങ്കിൽ ആ കൊച്ചു പയ്യനെ കൊണ്ട് ആ മുനിമാർക്ക് എല്ലാം സേവനം ചെയ്യാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പ്രാവശ്യം നാരദമുനി അദ്ദേഹത്തിനോട് അവരോട് ചോദിക്കും, ഞാൻ നിങ്ങളുടെ പ്രസാദം കഴിച്ചോട്ടെ? ഹരേ കൃഷ്ണ, അൺമ്യൂട്ട് ആകുന്നുണ്ട്, ശ്രദ്ധിക്കുക ദയവായിട്ട്. സോ അങ്ങനെ ആ മുനിമാരോട് ചോദിച്ചിട്ട് അവരുടെ അനുവാദത്തോടുകൂടി ആ പയ്യൻ അവരുടെ ഉച്ഛിഷ്ടം കഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉച്ഛിഷ്ടം കഴിച്ചു എന്ന ഒരു മഹത്വം ഉണ്ടായതിനു ശേഷം അതിനുശേഷം ആ ബ്രാഹ്മണന്മാര് അവിടെ നിന്ന് സ്ഥലം വിട്ടുപോയി. 4 മാസം ആ മഴക്കാല സമയത്ത് ഒരാശ്രമത്തിൽ താമസിച്ചാണ്. അതിനുശേഷം അവിടെ നിന്ന് അവര് അവരുടെ പ്രചാരണങ്ങൾക്കായിട്ട് അവർ പോയി. അതിനുശേഷം കുറച്ചു കാലങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ പയ്യന്റെ അമ്മ മരിച്ചു പോകാൻ ഇടയാകുകയാണ് ചെയ്യുന്നത്. ഒരു പാമ്പ് കടിയേറ്റാണ് ആ സ്ത്രീ മരിക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് 1-ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പാമ്പ് കടിയേറ്റ് ആ സ്ത്രീ മരണമടഞ്ഞതിന് ശേഷം ആ ബാലൻ ഉടൻ തന്നെ വീട് വിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. വീട് വിട്ട് അങ്ങനെ നടന്ന് വളരെ ക്ഷീണിതനായപ്പോൾ അദ്ദേഹം ഒരു കുളത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് അവിടെ കുളിച്ചെല്ലാം ഒന്ന് ഫ്രഷായി തന്റെ ക്ഷീണമൊക്കെ അകറ്റി അതിനുശേഷം അവിടെ നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഭഗവാനെ മെഡിറ്റേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ആ മുനിമാരിൽ നിന്ന് കേട്ടറിഞ്ഞ വിവരണങ്ങൾ, അവരുടെ അസോസിയേഷനോടുകൂടി അദ്ദേഹത്തിന് നേടിയ ആ മഹാപുണ്യമായ കാര്യം, ആ ഒരു ഇതുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കാൻ അദ്ദേഹം തുടങ്ങി. ഹരേ കൃഷ്ണ, ദയവായിട്ട് ഈ മ്യൂട്ടിലിരിക്കാൻ എന്താണ് ഒരു പ്രയാസം? രാധാമാതാജി അൺമ്യൂട്ടിലായി പോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് നമുക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്. ദയവായിട്ട് അത് ഒന്ന് ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ. സോ അങ്ങനെ ആ പയ്യൻ ഭഗവാനെ അവിടെ തപസ് ചെയ്ത് ഭഗവാനെ ധ്യാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഭഗവാന്റെ ദർശനം ഹൃദയത്തിൽ ലഭിക്കുകയുണ്ടായി. അതൊരു ക്ഷണനേരത്തേക്ക് മാത്രമായിരുന്നു എന്നാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞിരിക്കുന്നത്. ആ ക്ഷണനേരത്തേക്ക് ഭഗവാൻ ദർശനം നൽകിയിട്ട് പെട്ടെന്ന് അതങ്ങ് അപ്രത്യക്ഷമായ ഉടൻ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. എനിക്ക് എന്തുകൊണ്ട് ഇനി കാണാൻ സാധിക്കുന്നില്ല? ആ വിഷമത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അവിടെ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. എന്താണ് ശബ്ദം കേട്ടത്? ഓ ബോയ്, യു വിൽ നോട്ട് ബി ഏബിൾ ടു സീ മീ അഗെയിൻ ഡ്യൂറിംഗ് ദിസ് ലൈഫ് ടൈം, ബിക്കോസ് one who is not
complete in services and freed from all material contamination can hardly approach me. അല്ലയോ പുത്ര, ഈ ജന്മം നിനക്ക് ഇനി എന്നെ കാണാൻ സാധിക്കുകയില്ല. അദൃശ്യനായിട്ട് ഭഗവാൻ ശബ്ദം കേൾപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഈ ജന്മം നിനക്ക് എന്നെ ദർശിക്കാൻ സാധിക്കുകയില്ല. കാരണം ഏതൊരുവനാണോ പൂർണ്ണമായിട്ട് ഈ ഭൗതികതയിൽ നിന്ന് അല്ലെങ്കിൽ ഭൗതികതയുടെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തനാകാത്തവൻ ഒരിക്കലും എന്നെ കാണാൻ സാധിക്കുകയില്ല എന്ന ഒരു ശബ്ദം ആ ബാലൻ കേൾക്കാനിടയായി. അതിനുശേഷം ആ ബാലൻ തൻ്റെ ഗുരുനാഥന്മാരുടെ അല്ലെങ്കിൽ ആ മുനിമാരുടെ പാത പിന്തുടർന്ന് അദ്ദേഹം തൻ്റെ സേവനങ്ങൾ എല്ലാം ചെയ്തുകൊണ്ട് ഇരുന്നു. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ആ ദർശനം ഞാൻ നിനക്ക് നൽകിയത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം വളർത്തുവാൻ വേണ്ടി മാത്രമാണ്. എന്നെ ഇനി പൂർണ്ണമായി ധ്യാനിക്കണം അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു രുചി വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ നിനക്ക് ഒരു ക്ഷണനേരത്തേക്ക് ദർശനം നൽകിയത് എന്ന് ഭഗവാൻ ആ ബാലനോട് പറഞ്ഞു. അതിനുശേഷം ആ ബാലൻ തീർത്ഥാടനങ്ങൾ, തീർത്ഥസ്ഥലങ്ങളെല്ലാം സഞ്ചരിച്ച് തന്റെ ആ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ ആ മുനിമാരിൽ നിന്ന് ശ്രമിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം പാലിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം മരണമടഞ്ഞു. ആ മരണമടഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന് നാരദമുനിയുടെ രൂപമാണ് ലഭിച്ചത്. ആ നാരദമുനിയുടെ രൂപം ലഭിച്ച് ഉടൻ തന്നെ ഭഗവാൻ അദ്ദേഹത്തിനെ വൈകുണ്ഠത്തിലേക്ക് വിളിച്ച് അദ്ദേഹത്തിന്റെ കയ്യില് ഒരു വീണ നൽകുകയാണ് ചെയ്തത്. ഭഗവാന്റെ നാമം പാടിക്കൊണ്ട് ഉലകം മുഴുവൻ സഞ്ചരിക്കാൻ, സൃഷ്ടി മുഴുവൻ സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും നാരദമുനിക്ക് ഭഗവാൻ അനുവദിച്ചു കൊടുത്തു. അങ്ങനെയാണ് നാരദമുനി എന്ന ഈ ഒരു വ്യക്തി ഉണ്ടായത്. ഭക്തിയുത സേവനം ചെയ്തതുകൊണ്ട് മാത്രം ഒരു പ്രാവശ്യം തന്റെ അല്ലെങ്കിൽ ആ ഗന്ധർവൻ എന്ന പൊസിഷനിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വരാൻ ഇടയായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ എങ്കിലും അവിടെ ഇരുന്നു കൊണ്ട്, ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ അമ്മയുടെ കൂടെ ചെയ്ത ആ ഭക്തിയുത സേവനത്തിന്റെ മഹത്വം കാരണം ആ പയ്യന് നാരദമുനിയുടെ സ്റ്റേജ് വരെ ലഭിക്കാൻ സാധിച്ചു. അതാണ് ഭക്തിയുടെ മഹത്വം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നാരദമുനി എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയൊരു പ്രചാരകനായിരുന്നു. നോക്കുക, എത്ര പേരെയാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. നളകുബേരന്മാർ അദ്ദേഹം ബ്രഹ്മദേവനുമായി ഡിസ്കസ് ചെയ്യുകയാണ്, ജ്ഞാനം നേടുകയാണ്. നമ്മൾ ബ്രഹ്മമാധവ ഗൗഡീയ സമ്പ്രദായത്തിലാണ് നമ്മൾ ഉള്ളത്. നാരദമുനിയുടെ സമ്പ്രദായമാണ് നമ്മളും പാലിച്ചു പോകുന്നത്. ബ്രഹ്മദേവനിൽ നിന്ന് നാരദമുനിയിൽ നിന്ന് വ്യാസദേവനിലേക്ക്. ഇത് വ്യാസദേവനുമായിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നു. ഇവിടെ ധ്രുവ മഹാരാജാവിന് അദ്ദേഹം ഇത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പല ആൾക്കാർക്കും അദ്ദേഹം ഒരു ഗുരുവായിട്ട് വന്ന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്താണ് ഭക്തിയുത സേവനത്തിന്റെ പ്രധാനമായ ഭാഗങ്ങൾ? 4,300,000 years and multiply it by 1,000, and what it comes according to English calculation? 4,300,000,000. That is 12 hours. And add again 12 hours night. Then 8,600,000,000. So Krishna comes after this period. നോക്കുക, ഭക്തിയുടെ പ്രധാനപ്പെട്ട ഒരു പടവ് എന്ന് പറയുന്നത് ശ്രവണം എന്നതാണ്. പ്രഹ്ലാദ മഹാരാജാവ് പറഞ്ഞു നൽകിയിരിക്കുന്ന 9 നവവിധ ഭക്തിയിലെ 9 എണ്ണത്തില് പ്രഥമമായിട്ടുള്ളതാണ് ശ്രവണം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. ഇതി പുംസാർപ്പിത വിഷ്ണോർ ഭക്തിശ്ചേ നവലക്ഷണ ക്രിയതേ ഭഗവത്യക്വാ തന്മന്യേതീതമുത്തമം എന്ന് പ്രഹ്ലാദ മഹാരാജാവ് പഠിപ്പിച്ചു. ശ്രവണം ശില പ്രഭുപാദ് നോക്കുക. ഈ വീഡിയോ ഞാൻ ഒന്നുകൂടെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രഭുപാദ് ആർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇവരെല്ലാം അമേരിക്കക്കാരായിട്ടുള്ള വ്യക്തികളാണ്. 4,300,000 years. യുവാക്കളെല്ലാം അമേരിക്കക്കാരാണ്. എല്ലാം ഹിപ്പികളായിട്ട് നടന്നിരുന്നവരെല്ലാം വന്ന് ഭഗവാന്റെ കഥകൾ കേട്ട് ഉത്തമ ഭക്തരായി മാറി. അതാണ് ശ്രവണം എന്ന ഇതിന്റെ മഹത്വം. ശ്രവണം കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്ന കീർത്തനമാണ്. ചില പ്രഭുപാദ് ഈ
പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ മുഴുവൻ പ്രവാചക കീർത്തനം എല്ലാവരിലും എത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ശ്രവണം, സ്മരണം, ഭഗവാനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക, ഭഗവാന്റെ ലീലകൾ. പാദസേവനം. ലക്ഷ്മി ദേവി എല്ലായ്പ്പോഴും വൈകുണ്ഠത്തിലിരുന്ന് തന്റെ ഭഗവാന്റെ പാദസേവനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചെയ്തത്. അർച്ചനം. By chanting Yesha Deepaha, followed by the deity's Mula Mantra, offer 4 circles to the lotus feet. ഭഗവാനെ പൂജ ചെയ്യുന്ന വിവരണങ്ങൾ നമുക്ക് ചെയ്യാം. വന്ദനം, ഭഗവാനെ വന്ദിക്കുക. He's always meek and mild, with a warm and friendly smile, so simple in his living, singing all the while. He sings out Krishna's name. ദാസ്യം. ഹനുമാൻ ചെയ്തതുപോലെ ഭഗവാന് എപ്പോഴും ദാസ്യമായിട്ട് അല്ലെങ്കിൽ ദാസനായി സേവനം അനുഷ്ഠിക്കുക. നോക്കുക, ഹനുമാൻ എങ്ങനെയാണ് ഭഗവാനെ സേവിച്ചത്. തൻ്റെ കൈകളിൽ കൂടെ ഭഗവാന്റെ പാദം വെച്ച് ആ കല്ല് ക്രോസ് ചെയ്യാനായിട്ട് ഹനുമാൻ ഭഗവാനെ സഹായിക്കുകയാണ് ചെയ്തത്. സോ അതുപോലെ ഭഗവാനെ ദാസ്യ സേവനം ചെയ്യുക. സോ അങ്ങനെ ഇത്രയും പല രീതിയിലെല്ലാം നമുക്ക് ഭഗവാനെ സേവനം ചെയ്യാൻ സാധിക്കും. അതാണ് ഭക്തിയുടെ മാർഗങ്ങൾ. പക്ഷെ ഇത്രയും ഉണ്ടായിട്ടും ഇത്ര വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് ഭക്തിയുത സേവനം ചെയ്ത് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെങ്കിലും എന്തുകൊണ്ടാണ് പലരും അല്ലെങ്കിൽ മിക്ക ആൾക്കാരും ഇത് സ്വീകരിക്കാത്തത്? ഈ ഒരു പാത അഡോപ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സ്വീകരിക്കാത്തതിന് കാരണം എന്താണ്? ഭഗവാൻ പറയുന്നു, ദ ഫെയ്ത്ത്ലെസ് കനോട്ട് അറ്റൈൻ കൃഷ്ണ. അശ്രദ്ധധാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർത്തനി. 3-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, അശ്രദ്ധധാന പുരുഷ, ശ്രദ്ധയല്ലാത്ത ഒരുവന് ഒരിക്കലും എന്നെ പ്രാപിക്കാൻ സാധിക്കില്ല. ഈ ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല. ഹേ ശത്രുജ്ഞയ, അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു. അതാണ് മൃത്യു സംസാര വർത്തമനി. അപ്രാപ്യ മാം നിവർത്തന്തി, അപ്രാപ്യ, എന്നെ പ്രാപിക്കാൻ സാധിക്കില്ല. ആർക്ക്? ഫെയ്ത്ത്ലെസ് കനോട്ട് അറ്റൈൻ കൃഷ്ണ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ തിരുവല്ല സത്സംഗത്തിലെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മെയിൻ പോയിന്റ് ഇതായിരുന്നു. ഫെയ്ത്ത്, വിശ്വാസം, അല്ലെങ്കിൽ എത്രമാത്രം ദൃഢമായ വിശ്വാസം ഉണ്ടെങ്കിലാണ് ഭഗവാന്റെ അടുത്ത് പോകാൻ സാധിക്കുന്നത്. അശ്രദ്ധധാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ. ഒരിക്കലും അങ്ങനെ സാധിക്കില്ല. ആരാണ് ഈ ഫെയ്ത്ത്ലെസ് എന്ന് പറയുന്നത്? ചിലപ്പോൾ മനസ്സിൽ ഇങ്ങനെ തോന്നും, യെസ്, മേ ബി, നോ. ഈ തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ വി കനോട്ട് റീച്ച് കൃഷ്ണ എന്നാണ് പറയുന്നത്. സോ അതാണ് കെ എന്ന് പറയുന്നത്, നോളജ്. നൗ വി ആർ ടു ദ നെക്സ്റ്റ് ലെസൺ ഓഫ് ടുഡേ, ഇൻകൺസീവബിൾ റിലേഷൻസ്. ഭഗവാനുമായിട്ടുള്ള റിലേഷൻസിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? കൃഷ്ണ ഈസ് ഇൻ എവരിതിങ്. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. മെയിൻ്റനൻസ് ഓഫ് മെറ്റീരിയൽ വേൾഡ് ബൈ കൃഷ്ണാസ് എനർജി. ഭഗവാന്റെ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മയാതതമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷ്വ അവസ്ഥിതഃ.
സോ എന്താണ് അതിൽ പറയുന്നത്? അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു. സർവഭൂതങ്ങളും എന്നിലാണ്, ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ പറയാണ്, ദോ എവറിഥിങ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ കൃഷ്ണ, ദേ ആർ നോട്ട് സിറ്റുവേറ്റഡ് ഇൻ ഹിം. എല്ലാം ഭഗവാനിലാണ്, പക്ഷെ എല്ലാറ്റിലും ഭഗവാൻ ഇല്ല. സിൻസ് ഹി ഈസ് കംപ്ലീറ്റ്ലി അലൂഫ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് എവറിഥിങ്. ഭഗവാൻ എല്ലാത്തിനും സ്വതന്ത്രനാണ് എന്നുള്ള ഒരു പാഠം നമുക്ക് അവിടെ പഠിക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ യെറ്റ് കൃഷ്ണ ഇസ് നോട്ട് എവറിഥിങ്, നച മത്സ്ഥാനി ഭൂതാനി പശ്യ മേ യോഗം ഐശ്വര്യം ഭൂത ഭൃൺ നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവന. സൃഷ്ടി ജാലങ്ങൾ ഒന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നുമില്ല. എന്റെ യോഗപ്രഭാവം നോക്കൂ. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവസ്ഥാനം. ഇവിടെ പറയുന്നു ജസ്റ്റ് ആസ് ദ വിൻഡ്. എന്താണ് ഈ കാറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? വളരെ രസകരമായതാണ്. ആകാശത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ സർവ്വ സൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. അതായത് ഒരു കുട പോലെ അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു ചരുവം പോലെ നിൽക്കുന്ന ആകാശം. ഈ ആകാശത്തിനുള്ളില് കാറ്റിന് എവിടെ വേണേ സഞ്ചരിക്കാം. The wind is free to go anywhere within the sky. പക്ഷെ ആ ആകാശത്തിന് വെളിയിൽ പോകാൻ ആ കാറ്റിന് സാധിക്കില്ല. അപ്പൊ ഈ ആകാശത്തിനടിയിൽ എവിടെ വേണേ സഞ്ചരിക്കാൻ പോകുന്നത് പോലെ നമ്മൾക്കും നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് എന്തും എൻജോയ് ചെയ്യാനോ ശ്രമിക്കാൻ പറ്റും. പക്ഷെ അത് എത്രമാത്രം സക്സസ്ഫുൾ ആണ് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ ആ ലിമിറ്റിന് വെളിയിൽ പോകാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ഭഗവാൻ കൃഷ്ണൻ യശോദാമ്മയ്ക്ക് തന്റെ വായിലെ പ്രപഞ്ചം മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. പ്രപഞ്ചം മുഴുവൻ ആ അമ്മയ്ക്ക് കൃഷ്ണൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേ കാര്യത്തെ അർജുനന് ഭഗവാൻ കൃഷ്ണൻ വെളിയിൽ കാണിച്ചു കൊടുത്തു. കാരണം ഇതെല്ലാം അർത്ഥം എന്താണ്? ഭഗവാനിലാണ് എല്ലാം നിൽക്കുന്നത്, എന്നാൽ ഭഗവാൻ വെളിയിലുമാണ് നിൽക്കുന്നത്. ഇവിടെ ആദ്യത്തെ വീഡിയോയിൽ കണ്ട എന്താണ്? യശോദാമ്മയ്ക്ക് ഭഗവാന്റെ ഉള്ളിലാണ് ഇതെല്ലാ വസ്തുക്കളും ഉള്ളത് എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. പക്ഷെ ഇവിടെ അർജുനനെ കാണിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം ഇതിൽ. അപ്പൊ അവിടെ എല്ലാത്തിനെയും അർജുനനെ സ്വയവും പാണ്ഡവരായിട്ടും എല്ലാ വസ്തുക്കളെയും എല്ലാ ജീവികളെയും എല്ലാത്തിനെയും ഭഗവാൻ അവിടെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ ഐശ്വര്യം എന്ന് പറയുന്ന ഇത്. അതായത് ഭഗവാൻ തന്റെ ഐശ്വര്യ ജ്ഞാനത്തെ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് Everything rests in me, Arjun, just as you see pearls hang upon a thread. അർജുന, നീ കാണുന്നത് പോലെയാണ് ഞാനിപ്പോ ഇതിപ്പോ ഭഗവാൻ പറയുന്നത് എന്താണ്? എല്ലാം എന്നിലാണ് അർജുന വസിക്കുന്നത്, എന്നാൽ ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല. വിത്ത് എ സിംഗിൾ ഫ്രാഗ്മെന്റ് ഓഫ് മൈസെൽഫ് ഐ pervade this and support this entire universe. എല്ലാം എന്നിൽ നിന്ന് ഉളവാകുന്നു. ഭഗവാൻ 10ാമത്തെ അധ്യായത്തിൽ 42ാമത്തെ ശ്ലോകം അടുത്ത ദിവസം നാളെ അത് നമ്മൾ കാണുന്നതാണ്. സോ still Krishna resides in Goloka, his own abode, far beyond all material worlds, and enjoys pastimes with his devotees. ഭഗവാൻ ഇതെല്ലാം സൃഷ്ടിക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഭഗവാൻ തന്റെ ഗോലോക വൃന്ദാവനത്തിൽ തന്റെ ഉത്തമ ഭക്തരുമായിട്ട് കളിച്ച് ഉല്ലസിച്ച് രസിച്ച് ഓടക്കുഴലും വായിച്ച് നടക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥം. സോ സർവഭൂതാനി കൗന്ദയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയെ പുനഃസ്ഥാനി കൽപാദോ വിസൃജ്യമാമ്യഹം. കുന്തിപുത്ര, ഓരോ കൽപ്പത്തിന്റെയും അവസാനത്തിൽ ഈ ഭൗതിക ആവിർഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുന്നു. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എന്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സോ
ഓരോ സമയത്തും സൃഷ്ടിയും സംഹാരവും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭഗവാന്റെ ഇച്ഛാനുസരണമാണ്. പ്രകൃതിം സ്വാം അവസ്ഥാഭ്യ വിസൃജാമി പുനഃ പുനഃ. അതാണ് ഭഗവാന്റെ ഇഷ്ടാനുസരണം. പ്രപഞ്ച പ്രവർത്തനം എന്റെ അധീനതയിലാണ്, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. ഈ പ്രവൃത്തികളെല്ലാം ഭഗവാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത മഹത്തരമായ ഒരു കാര്യം. മയാധ്യക്ഷേണ നയൻത് ശ്ലോകം നോക്കിയിട്ട്, ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കാൻ കഴിയില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭഗവാന്റെ നേതൃത്വത്തിൽ, ഭഗവാന്റെ ഇച്ഛാനുസരണം എല്ലാ കാര്യങ്ങളും നടക്കുന്നു എങ്കിലും ഇതൊന്നും ഭഗവാനെ ബന്ധനസ്ഥനാക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യമായിട്ട് അറിയേണ്ടത്, നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമ്മളെ ബന്ധിപ്പിക്കപ്പെടുന്നു. 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, മയാധ്യക്ഷേണ പ്രകൃതി ശൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരി വർത്തതേ. എന്താണ്? അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തി വിശേഷങ്ങളിൽ ഒന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളെ എല്ലാം സൃഷ്ടിക്കുന്നു. ഈ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഭഗവാന്റെ ഇച്ഛാനുസരണം മാത്രമാണ്. മയാ അധ്യക്ഷേണ പ്രകൃതി. അതാണ് ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃഷ്ണൻ മായാദേവിയോട് പറയുകയാണ്. മായാദേവി എന്ന് പറയുന്നത് മറ്റാരുമല്ല, ദുർഗാദേവിയാണ്. ദുർഗാദേവിയോട് പറയുകയാണ്, ഈ നമ്മുടെ ഒരു ജയിലില്, അല്ലെങ്കിൽ നമ്മുടെ ടൗണിൽ, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഏത് ടൗൺ ആണോ ആ ഒരു സ്ഥലത്ത് ഒരു ജയിലുണ്ടാവും. ആ ജയിലില് ഒരു ജയിലർ ഉണ്ടാകും. ആ ജയിലറുടെ പണി എന്താണ്? എല്ലാം ആ ജയിലിനുള്ളിൽ എല്ലാവരും സുരക്ഷിതരായിട്ട്, അല്ലെങ്കിൽ ആരും ഓടിപ്പോകാതെ ഒക്കെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞ ദുർഗാദേവിയുടെയും പണി അത് തന്നെയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു ജയിലാണ്. ആ ജയിലിലെ ജയിലറാണ് ദുർഗാദേവി. ആ ദുർഗാദേവിയാണ് മായ. അതാണ് മയാധ്യക്ഷേണ പ്രകൃതി ശൂയതേ സചരാചരം. ആ പ്രകൃതി എന്ന് പറയുന്നത് ഭഗവാന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ അതാണ് ഭഗവാന്റെ ഈ പ്രപഞ്ചവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഓരോ വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഭഗവാനോടെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അടുത്തത് നോൺ വർഷിപ്പ്. 11 മുതൽ 25 വരെ ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താണ് നോൺ വർഷിപ്പ്? ആർക്കാണ് ഭഗവാനെ പൂജിക്കാൻ സാധിക്കാത്തത്? Fools or impersonalists, Mayavadis consider Krishna as an ordinary human. Avajananti ma moodha manushim tanum ashridam param bhavam ajanando mama bhuta maheshwaram. എന്റെ ഐശ്വര്യ അല്ലെങ്കിൽ ഈശ്വര ഭാവത്തെ അവർക്കറിയാൻ സാധിക്കത്തില്ല. അവിജാനന്തി മാ മൂഢ, വിഡ്ഢികളായ. ഇതാരാണ്? സ്വയം ഞാനാണ് വാസുദേവൻ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് ഭഗവാൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പൗണ്ഡ്രകൻ എന്ന് പറയുന്ന വ്യക്തി. ആ പൗണ്ഡ്രകൻ പറയുകയാണ്, ഞാനാണ് യഥാർത്ഥ കൃഷ്ണൻ. പറഞ്ഞു, അതുകൊണ്ട് കൃഷ്ണനോട് പറയാ, നീ ആ സുദർശന ചക്രം എനിക്ക് തന്നേരെ, ഞാനാണ് യഥാർത്ഥ വാസുദേവൻ. ഭഗവാൻ പറഞ്ഞു, ശരി, അതൊക്കെ തന്നേക്കാം. അങ്ങനെ സുദർശന ചക്രം ഭഗവാൻ ഒരു വർഷം കൈ കൊടുക്കുമ്പോഴത്തേക്ക് അത് താങ്ങാനുള്ള ശക്തി പൗണ്ഡ്രകനില്ലാതെ അദ്ദേഹത്തിന് ശിരസ് ഛേദിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ഒരു വിഡ്ഢി തന്നെയാണ് അദ്ദേഹം. താനാണ് സ്വയം കൃഷ്ണൻ എന്ന് ആർക്ക് പറയാൻ സാധിക്കും? അതാണ് അഭിജാനന്തി മാ മൂഢ മാനുഷ്യം തനിമാശ്ര. ഭഗവാനെ സാധാരണ മനുഷ്യരായിട്ട് കാണുന്നു. നമ്മള് കുറച്ചു മുമ്പ് കണ്ട ഒരു വീഡിയോ, ആ ഒരു മഹത് വ്യക്തി പറയുകയാണ്, കൃഷ്ണ ആക്ടിവിറ്റീസ് ആർ ഇമ്മോറൽ. only a fool can say that. ഒരു വിഡ്ഢിക്ക് മാത്രമാണ് അത് പറയാൻ സാധിക്കുന്നത്. അതാണ് ഭഗവാൻ സ്വയം പറയുന്നത്. അഭിജാനന്തി മാം മൂഢ, മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്കറിഞ്ഞുകൂടാ. വളരെ സ്പഷ്ടമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. ഭഗവത്ഗീത വായിച്ചെങ്കിലല്ലേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ദാറ്റ് ഈസ് സോ നമ്മള് വളരെ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തികളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ മഹത്തരമായ ഈ ഒരു ജ്ഞാനം നമുക്ക് വായിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കുന്നത്. 12ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്?
മോഘാശ മോഘകർമാണോ മോഘജ്ഞാന വിചേതസഃ രാക്ഷസീം ആസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശിത. ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദപരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു. ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവുമെല്ലാം പാഴായി പോകും. സോ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല നമ്മളുടെ പ്രോപ്പർ ഭക്തിയില്ല എന്ന് ഉള്ളതിൽ. 13-14 പറഞ്ഞു, മഹാത്മാസ് ഓർ അനന്യ ഭക്താസ് വർഷിപ്പ് കോൺസ്റ്റന്റ്ലി വിത്ത് ഡിവോഷൻ. തീർച്ചയായിട്ടും ശ്രീ പ്രഭുപാദ് ഒരു മഹാത്മാവ് തന്നെയാണ്, ഒരു തികഞ്ഞ ഭക്തൻ തന്നെയാണ്. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിം ആശ്രിതഃ ഭജന്തി അനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിം അവ്യയം സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. എല്ലായ്പ്പോഴും എന്റെ കീർത്തനങ്ങൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചുകൊണ്ടും എന്റെ മുമ്പിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. അതിന് ഉത്തമ ഉദാഹരണം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ശ്രീ പ്രഭുപാദ്. So between the two extremes mentioned in 9, 11, 12, 13 and 14, there are other people who worship in different ways that Krishna will mention in next verse. അതായത് ഇത്രയും നേരം പറഞ്ഞത് വിഡ്ഢികളും മായയിലുള്ളവരും അങ്ങനെ പല ആൾക്കാര് ഭഗവാനെ പ്രാപിക്കാത്തത് അല്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർ. ഇനി 14-ലും 15-ലും പറയുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ഭഗവാനെ പൂജിക്കുന്നവര്. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാം ഉപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ഏകത്വേന they worship me in oneness, thinking themselves to be God. അതൊരു ഇതാണ്. അത് വീണ്ടും നമുക്ക് 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നു. പൃഥക്ത്വേന they worship me in diversity in many forms of demigods. Vishwado Mukham, they worship me in the universal form that I am everything. ഈ വിവരണങ്ങളെല്ലാം നമ്മൾ വീണ്ടും തുടർന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. സോ ഈ തരത്തിൽ പൂജിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്ന് ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. മുമ്പ് കണ്ടു പൂജിക്കാനേ സാധിക്കാത്തവർ, അല്ലെങ്കിൽ അതിനെ ഭഗവാനെ അക്സെപ്റ്റേ ചെയ്യാത്തവർ. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്സെപ്റ്റ് ചെയ്യുന്നു, ബട്ട് ഇറ്റ്സ് നോട്ട് ഇൻ ദ കറക്റ്റ് വേ. അത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. 16-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണ ഈസ് ദ വേരിയസ് എലമെന്റ്സ് ഓഫ് ഓൾ സാക്രിഫൈസസ്. അഹം ക്രതൂരഹം യജ്ഞ സ്വധാഹം അഹം ഔഷധം മന്ത്രോ അഹമേവാജ്യം അഹം അഗ്നിർ അഹം ഹുതം. സോ ഭഗവാൻ പറയാണ്, ഹൃദയം യജ്ഞവും ഞാനാവുന്നു, പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാനത്രേ, അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും ഞാൻ തന്നെ. സോ ഭഗവാന്റെ ഐശ്വര്യ ജ്ഞാനം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രമോങ്കാരം ഋക് സാമം യജുരേവച. ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. അറിയേണ്ടതും പവിത്രവുമാകുന്നതും പ്രണവും ഋക് സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ. എല്ലാം സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്നിവിടെ പറയാണ്. കൃഷ്ണ ഇസ് ഓൾ പെർവേഡിങ് അൾട്ടിമേറ്റ് ഷെൽട്ടർ ഓഫ് ദ കോസ് ഓഫ് ഓൾ കോസസ്. ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. ലക്ഷ്യവും ഭരണകർത്താവും പ്രഭുവും സാക്ഷിയും വാസസ്ഥാനവും ആശ്രയവും ഉറ്റമിത്രവും ഞാനാകുന്നു. സൃഷ്ടിയും സംഹാരവും എല്ലാറ്റിന്റെയും അടിസ്ഥാനവും ശാശ്വതമായ ബീജവും ഞാൻ തന്നെ. സോ ഭഗവാൻ ഇതാണ് ഐശ്വര്യജ്ഞാനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നു. അറ്റൈനിങ് ദ ഹെവൻ ബൈ പൈറ്റി, അതായത് നമ്മൾ ചെയ്യുന്ന ചില പ്രക്രിയകളുടെ അല്ലെങ്കിൽ പ്രവൃത്തികളുടെ ഫലം കൊണ്ട് നമുക്ക് സ്വർഗവാസം അല്ലെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ത്രൈവിദ്യ മാം സോമപാ ഭൂതപാപ യജ്ഞൈരിഷ്ട്വാ സ്വർഗതീം പ്രാർത്ഥന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ
ദിവിദേവഭോഗാൻ. സ്വർഗീയ സുഖങ്ങൾ കാക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യസുഖങ്ങളെ അനുഭവിക്കുന്നു. ഭഗവാനെ, ദേവീദേവന്മാരെ പൂജിക്കുന്നതും ഭഗവാനെ പൂജിക്കുന്നത് പോലെ തന്നെയാണ്. അതിന് തുല്യമാണെന്നല്ല, പക്ഷെ അത് യഥാർത്ഥ രൂപത്തിലല്ല എന്ന് മാത്രം. പക്ഷെ അവരെത്തുന്നത് എവിടെയാണ്? അവരെത്തുന്നത് സ്വർഗലോകത്തിൽ. അവിടെ എൻജോയ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. പക്ഷേ ഭഗവാൻ നേരത്തെ പറഞ്ഞു, എന്നെ പൂജിക്കുന്നവർക്ക് ഇനി മൃത്യുലോകത്തിൽ ജന്മം ഉണ്ടാവില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു. പക്ഷെ ഇവിടെ ഭഗവാനെ തന്നെ പൂജിക്കുന്നു, പക്ഷെ ഇൻഡയറക്റ്റ് വേ, അല്ലെങ്കിൽ ദേവി ദേവന്മാരിൽ ത്രൂ പൂജിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ മാത്രമാണ് മാക്സിമം നമുക്ക് ചെല്ലാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കും? തേതം ഭൂക്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്ന ഗതാഗതം കാമകാമാ ലഭന്തേ. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ ഒരു പോയിന്റ് പറയുകയുണ്ടായി. ലൈക്ക് വി ഹാവ് ടു പേ ദെയർ. ഒരു ഹോട്ടലിൽ പോയി എങ്ങനെ താമസിക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ഇത്ര ദിവസം നമുക്ക് താമസിക്കാനുള്ള അനുവാദം നമുക്ക് ലഭിക്കുന്നത് പോലെ 7 സ്റ്റാർ ഹോട്ടലോ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിൽ നമ്മൾ പോവുകയാണെങ്കിൽ വലിയ പൈസ കൊടുത്തിട്ട് നമുക്കവിടെ 1 ദിവസം 2 ദിവസം നമുക്ക് താമസിക്കാനുള്ള അനുവാദം തരും. But we have to pay for that. Same way, we have to pay or we have to deduct from our punya karma to stay in the Indraloka, അല്ലെങ്കിൽ സ്വർഗലോകങ്ങളിൽ. സ്വർഗലോകങ്ങളിൽ നമുക്ക് താമസിക്കണമെങ്കിൽ we have to deduct from our punya karmas. So അതിനുശേഷം നമ്മൾ what happen? We come down to this earth. ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക്, എർത്ത് എന്നല്ല, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വീണ്ടും നമ്മൾ താഴേക്ക് വരും. നമ്മൾ അവിടെയും തുടർന്ന് ജീവിക്കേണ്ടതായിട്ട് വരും, ഈ കഷ്ടതകളെല്ലാം അനുഭവിച്ചുകൊണ്ട്. അനന്യാശ്ചിന്തയന്തോ മാം യേചന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഒരുവൻ ഭഗവാനെ അനന്യമായിട്ട് ഭജിക്കുന്നുണ്ട്, മറ്റ് യാതൊരു ചിന്തയും ഇല്ലാതെ ഭഗവാനെ ഭജിക്കുന്ന ഒരുവൻ ഉണ്ടെങ്കിൽ അവന് വേണ്ടതെല്ലാം നൽകുകയും അവൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഭഗവാനോട് ഗ്യാരണ്ടി പറയുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദ്രൗപദി ഒരു സമയത്ത് ഭഗവാൻ എന്തോ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന സമയത്ത് കൈ ചെറുതായിട്ടൊന്ന് മുറിയുമ്പോൾ, അത് പല രീതിയിൽ പറയുന്നുണ്ട്. ശിശുപാലനെ കൊന്നപ്പോൾ സുദർശന ചക്രം തിരിച്ച് ഭഗവാന്റെ കയ്യിൽ വന്നപ്പോൾ ഭഗവാന്റെ കൈ ഒന്ന് മുറിഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട്. ഉടൻ തന്നെ എന്തായാലും ഭഗവാന്റെ കൈ ഒന്ന് മുറിയുന്ന സമയത്ത് ദ്രൗപദി ഉടൻ തന്നെ തന്റെ സാരിയിൽ നിന്ന് കീറി ഭഗവാന്റെ കയ്യിൽ കെട്ടി വെച്ച് കൊടുക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഐ വിൽ റീപേ യു ദിസ്, ഞാൻ നിനക്കത് തിരിച്ചു തരും. സോ ചെറിയൊരു സാരി കഷ്ണം ഭഗവാന് ദ്രൗപദി കെട്ടിവെച്ച് കൊടുത്തതിന് ഒരു സാരിയുടെ ഫാക്ടറി തന്നെയാണ് ഭഗവാൻ തിരിച്ച് ദ്രൗപദിക്ക് കൊടുത്തത്. സോ ഭഗവാൻ എന്തൊക്കെ നമുക്ക് വേണോ അതെല്ലാം ഭഗവാൻ നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഭഗവാൻ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കും. കൃഷ്ണ പ്രൊട്ടക്റ്റഡ് ഹെർ ചേസ്റ്റിറ്റി, അല്ലെങ്കിൽ ആ നഗ്നതാ രൂപം, എന്താ പറയാ, ആ സദസ് മുഴുവൻ കാണേണ്ടിയിരുന്ന അവളുടെ ആ ഒരു സ്ത്രീയുടെ നഗ്നതമായ രൂപം അദ്ദേഹം അവിടെ പ്രൊട്ടക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. സോ ഭീഷ്മദേവനും അതുപോലെ തന്നെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തിന് കിട്ടി, അത് വേണ്ടത് അദ്ദേഹത്തിന് കൊടുത്തു. അവസാനം മോക്ഷം, ഭഗവത് ദർശനത്തോടുകൂടി മോക്ഷം ലഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഭഗവാൻ എന്താണ്, ഏതൊക്കെ രീതിയിൽ ഭഗവാനെ ആഗ്രഹിക്കുന്നു, അല്ലെ അർജുനൻ ഓരോ വ്യക്തികൾ ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഭീഷ്മരുടെ മറ്റൊരു ആഗ്രഹമായിരുന്നു ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിക്കുമെന്നത്. അതും ഭഗവാന് ചെയ്തു കൊടുത്തു. ഭഗവാൻ അതിനുശേഷം ദർശനം കൊടുക്കുകയും ചെയ്തു ഭഗവാൻ അവസാനം. സോ ദേവി ദേവതമാരെ വർഷിപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്നു, ഏയപ്യന്ന ദേവതാ ഭക്ത യജന്തേ ശ്രദ്ധയാൻവിത തേപി തേ അഭിമാം ഏവ കൗന്ദേയ യജന്ത്യ അവിധി പൂർവകം. മുമ്പ് പറഞ്ഞതുപോലെ ദേവന്മാരെ പൂജിക്കുന്നതും എന്നെ തന്നെയാണ്, പക്ഷെ അവിധി പൂർവകമായിട്ടാണ്, അത് യഥാർത്ഥമായ രീതിയിലല്ല എന്ന് ഭഗവാനോട് പറയുന്നു. അഹം ഹി സർവയജ്ഞാനാം ഭോക്താജ പ്രഭുർ ഏവച നതു മാം അഭിജാനന്തി തത്വേനാദസ് ചവന്തിതേ. എന്താണ് അവിടെ പറയുന്നത്? സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എന്റെ ഈ യഥാർത്ഥ ദിവ്യ പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം.
സോ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തെ അത് മുമ്പത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. എന്താണ്? ഏയപ്യന് ദേവതാ ഭക്ത, മറ്റ് ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. കുന്തിപുത്ര, എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ പറയുന്നു അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് പറയുന്നത്? ഭഗവാൻ അല്ല, അത് മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷെ സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എന്റെ ഈ യഥാർത്ഥ പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം. സോ അങ്ങനെ സംഭവിക്കുന്നതിന് എന്ത് സംഭവിക്കും? ദേ വിൽ ഫോൾ ഡൗൺ. സോ ഇവിടെ പലതരത്തിലുള്ള വഴികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. യാന്തി ദേവ വൃതാ ദേവാൻ, പിതൃൻ യാന്തി പിതൃൻ വിതാൻ, ഭൂതാനി യാന്തി ഭൂതേജ്യ, യാന്തി മത് യാജിതോ അഭിമാം. എന്താണ് അവിടെ പറയുന്നത്? ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരോടൊപ്പം ജനിക്കും, പിതൃപൂജകർ പിതൃക്കളോടൊപ്പം ജനിക്കും, ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവരാകട്ടെ അവരോടൊപ്പം ആവും ജനിക്കുക. എന്നെ ആരാധിക്കുന്ന ഭക്തന്മാർ എന്നോടൊപ്പം ജീവിക്കും. വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ പറയുന്നു, ഭഗവാനെ ഭജിക്കുന്നവർ, ഭഗവാനെ ഒരു ഭക്തിയുത സേവനം ചെയ്യുന്ന സമയത്ത് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് തന്നെ എത്താൻ സാധിക്കും. ദേവന്മാരെ ആരാധിക്കുന്നവരാണെങ്കിൽ ദേവന്മാരുടെ ലോകത്ത് പോകും, പിതൃക്കന്മാരെ ആരാധിക്കുന്നവരാണെങ്കിൽ പിതൃലോകത്തിൽ പോകും, ഭൂതപ്രേതാദികളെ ആരാധിക്കുന്നവരാണെങ്കിൽ അവരുടെ ലോകത്ത് പോകും. എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നവരാകട്ടെ ഭഗവാന്റെ അടുത്ത് വരും. ദാറ്റ് ഈസ് ട്രൂ when the rule is this, the devotees of those particular devatas will attain only those particular devatas. So that is the rule. So ആ യഥാർത്ഥമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Our destination thus depends on our choice to accept certain object of worship. The best choice, however, is to worship Krishna. Now in the next section, Krishna elaborates on exclusive worship of himself. Having established that he is the only enjoyer of all sacrificial offerings, Krishna first reveals that what types of offering he desires. So, ആദ്യം ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തന്നു ഓരോരുത്തരുടെയും അവരവരുടെ ആഗ്രഹാനുസരണം അല്ലെങ്കിൽ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളത് നമ്മളുടെ തന്നെ പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതികളെ കൊണ്ട് നമ്മൾ തന്നെ ചൂസ് ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇത്രയും പറഞ്ഞതിന് ശേഷം അടുത്ത ഭാഗത്ത് ഇനി നമുക്ക് കാണാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഭഗവാൻ തൻ്റെ അല്ലെങ്കിൽ ഭക്തിയുടെ മഹത്വത്തെക്കുറിച്ചും ഭഗവാനെ സ്വയം ഭഗവാനെ മാത്രം പൂജിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഭഗവാനുടെ ഇനി അടുത്തതായി ഭഗവാൻ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഞാനാണ് എന്ന് ഭഗവാനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം. സോ നൗ വി ആർ ഗോയിങ് ടു ദ ജി സെക്ഷൻ ഓഫ് ടുഡേ. ഇന്നത്തെ ലാസ്റ്റ് സെഷൻ, അതായത് ലെസൺ നമ്പർ 4, ഗ്ലോറീസ് ഓഫ് ഭക്തി. ദാറ്റ് ഈസ് 26 to 34 ശ്ലോകാസ് ഓഫ് 9th chapter. ഇത് ഏറ്റവും ക്രൂഷ്യൽ ഭാഗമാണ്, ഭഗവത്ഗീതയുടെ ഏറ്റവും ക്രൂഷ്യൽ ഭാഗം. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, മുമ്പ് പറഞ്ഞ കാര്യം. ഭഗവത്ഗീതയെ 3 ഭാഗമായിട്ട് തിരിച്ചാൽ ആദ്യത്തെ 6, രണ്ടാമത്തെ 6, മൂന്നാമത്തെ 6. ആദ്യത്തെ 2 കവർ പേജ് ആയിട്ട് നമ്മൾ മാറ്റുന്നു. ഇടയ്ക്കലത്തെ 6 അധ്യായങ്ങൾ നമ്മൾ എടുക്കുന്നു. ഇടയ്ക്കലത്തെ 6 അധ്യായങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ 3ആയിട്ട് ഭാഗിക്കുകയാണ്. ആദ്യത്തെ 2, അതായത് 7, 8, 9, 10 ഇരുന്നിട്ട് 11, 12 രണ്ടാമത്തെ അധ്യായം, അത് 2 മാറ്റുന്നു. ആ 4 അധ്യായം മാറ്റുമ്പോൾ നടുക്ക് നമുക്ക് 2 അധ്യായം കിട്ടുന്നു, 9, 10. ഈ 9, 10 അധ്യായത്തിലെ ഏറ്റവും നടുവിൽ വരുന്ന ഏതാണ്ട് മിഡിലേക്ക് വരുന്ന ശ്ലോകമാണ് 34ാമത്തെ ശ്ലോകം. ആ 34ാമത്തെ ശ്ലോകം എന്ന് പറയുന്നതിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഭഗവത്ഗീതയിൽ നിന്ന് തന്നെ ഏറ്റവും എസെൻസ് ഓഫ് ഭഗവത്ഗീത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ശ്ലോകമാണ് അവിടേക്ക് വരുന്നത്. സോ ആ ഭാഗം ഉൾക്കൊള്ളുന്ന 26 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളാണിത്. ഈ ഭാഗം നമ്മൾ ഭഗവത്ഗീതയിൽ മനസ്സിലാക്കാൻ സാധിച്ചാൽ വി ആർ ഡൺ വിത്ത് അവർ ലൈഫ്. നമ്മുടെ ജന്മം സഫലമാക്കി തീരും എന്നുള്ളതിന് 100% ഗ്യാരണ്ടിയാണ് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ. കൃഷ്ണ പറയുന്നു, ഭഗവാൻ പറയുന്നു, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. എനിക്ക് 1 കിലോ സ്വർണം തരണമെന്നോ ഡയമണ്ട് കൊണ്ട് തന്നെങ്കിലേ നിങ്ങൾക്ക് എന്നെ ഭജിക്കാൻ സാധിക്കത്തുള്ളൂ എന്നോ ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല കൃഷ്ണ, അല്ലെ അർജുന. ഐ എം ജസ്റ്റ് ആസ്കിങ്
ഗിവ് മീ എനിത്തിങ് വാട്ട് യു ഹാവ്. പത്രം, പുഷ്പം, ഫലം, തോയം. ഒരു ഇലയോ ഒരു തുളസി ഇലയോ എന്തെങ്കിലും ഒരു പുഷ്പമോ എന്തെങ്കിലും ഒരു പഴമോ ഒരു ഫ്രൂട്ട് എന്തെങ്കിലുമോ ഒരു ഗ്ലാസ് വെള്ളമോ എനിക്ക് തരൂ. പക്ഷെ എങ്ങനെ തരണമെന്ന് പറയുന്നു? യോമേ ഭക്ത്യാ പ്രയശ്ചതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഃ. ആ ഭക്തിയോടുകൂടി നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ ഞാനത് സ്വീകരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ടോ നിങ്ങളൊക്കെ ഈ ഒരു പാസ്റ്റ്യം ഓർമ്മയുണ്ടോ? അതായത് വിതുരാണിയാണിത്, വിതുരന്റെ ഭാര്യ. വിതുരന്റെ ഭാര്യ ഭഗവാൻ കൃഷ്ണൻ ദുര്യോധനൻ നൽകിയ ചപ്പൻ ഭോഗ് നിറഞ്ഞ അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ സദ്യ. ഇപ്പം നമ്മൾ നാളെ എല്ലാവരും വിഷുവിന് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ ഭഗവാനെ ക്ഷണിച്ച ദുര്യോധനന്റെ ഇൻവിറ്റേഷൻ അദ്ദേഹം തിരസ്കരിച്ചിട്ട് വിതുരന്റെ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. വിതുരന്റെ വീട്ടിൽ പോയിരുന്ന് വിതുരൻ അവിടെ ഇല്ലായിരുന്നു. വിതുരാണി കുളിക്കുകയോ മറ്റുമായിരുന്നു. ഭഗവാൻ തന്റെ ഛാദർ എടുത്തു കൊടുത്തിട്ടാണ് അത്രേ നാണം മറച്ചത്. അങ്ങനെ അവര് ഭഗവാനെ സ്വീകരിച്ച് അകത്തിരുത്തിയിട്ട് പഴം കൊണ്ടുവന്ന് ഭഗവാന് കൊടുക്കാൻ. പഴം കൊണ്ടുവന്നിട്ട് ഭഗവാനെ കണ്ട് ആകപ്പാടെ അന്താളിച്ച്, അതായത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന വിതുരാണി ചെയ്തത് എന്താണ് നോക്കുക. പഴം പൊളിച്ചു, പഴം താഴെയിട്ടിട്ട് പഴത്തൊലിയാണ് ഭഗവാന് കൊടുക്കുന്നത്. ഭഗവാൻ കഴിക്കുന്നതും പഴത്തൊലിയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഭക്തി. അതാണ് ഭഗവാൻ എന്തും സ്നേഹത്തോടെ നൽകിക്കഴിഞ്ഞാൽ ഭഗവാൻ അത് സ്വീകരിക്കും. നമ്മൾ സാധാരണ തിരിച്ചല്ലേ, പഴത്തൊലി കളഞ്ഞിട്ട് പഴമല്ലേ കഴിക്കുന്നത്. ഇത് ഭഗവാന് പഴം കളഞ്ഞിട്ട് പഴത്തൊലി കൊടുക്കുകയാണ് ഈ ഒരു സ്ത്രീ ചെയ്തത്. പക്ഷെ ഭഗവാൻ അത് സന്തോഷപൂർവം, അതും എന്തിനെ തിരസ്കരിച്ചു വന്നിട്ട് ദുര്യോധനന്റെ വീട്ടിലെ വിഭവസമൃദ്ധമായ സദ്യ വേണ്ട എന്ന് വെച്ചിട്ട് ഭഗവാൻ ഇവിടെ വിതുരാണിയുടെ വീട്ടിൽ വന്ന് പഴത്തൊലി കഴിക്കാനായിട്ട് വരികയാണ് ചെയ്തത്. സോ ഭഗവാൻ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? He doesn't need anything, any of our opulence, because he is the owner of all opulence. എല്ലാ ഐശ്വര്യത്തിന്റെയും നാഥനാണ് അദ്ദേഹം. ഭഗവാന് വേണ്ടത് ഒന്ന് മാത്രം, എന്താണെന്നറിയോ? നമ്മുടെ സ്നേഹം, നമ്മുടെ ഭക്തി. അത് മാത്രം മതി ഭഗവാന് നമ്മളെ നമുക്ക് ഭഗവാനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ അത് മാത്രം, ഒന്നുകൊണ്ട് മാത്രം. സോ പ്യുവർ ഡിവോഷൻ. സോ ഭഗവാൻ ഇവിടെ പറയുകയാണ്, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ വാട്ട് ഐ വാണ്ട് ഈസ് പ്യുവർ ഡിവോഷൻ. യോമേ ഭക്തി അപ്രയശ്ചതി, ഭക്തിപൂർവ്വം എനിക്ക് തരണം. സോ വാട്ട് ടു ടോക്ക് അബൌട്ട് അസ്? നമുക്ക് ഭക്തിയില്ല. നൗ വാട്ട് വിൽ ഐ ഡു കൃഷ്ണ? ഐ ഡോണ്ട് ഹാവ് ദാറ്റ് ഡിവോഷൻ. എനിക്ക് അതിന് ഡിവോഷൻ ഇല്ല. സോ കൃഷ്ണ സേസ് യത് കരോഷി യദശ്നാസി യജ്ജുഘോഷി ദദാസി യത് തപസ്യസി കൗന്ദയ തത് കുരുഷമദർഭ. നിനക്ക് അത്രയും ഭക്തി ഇല്ലേ? നോ പ്രോബ്ലം. ഡു വൺ തിങ്. നീ എന്ത് ചെയ്യുകയാണെങ്കിലും എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്തോളൂ. യത് കരോഷി യദശ്നാസി യജ്ജുഘോഷി ദദാസി യത് തപസ്യസി കൗന്ദയ തത് കുരുഷമദർഭ. സോ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പല വ്യക്തികളുണ്ട് ഇവിടെ. നമ്മൾ വിതുരാണിയെ കുറിച്ച് കണ്ടു. പത്രം, ആരാണ് പത്രം കൊടുത്തത് അറിയാമോ? ഒരു തുളസിയില വെച്ച് ഭഗവാനെ സംതൃപ്തനാക്കിയ വ്യക്തി ആരാന്നറിയാമോ? ആർക്കെങ്കിലും ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കൂ. ആരാണ്? ഒരു തുളസിയ ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവി എപ്പോഴാ ചെയ്തത് തുളസിയില വെച്ചിട്ട്? രുക്മിണി ദേവി. വെരി ഗുഡ്, കറക്റ്റ്. രുക്മിണി ദേവി. അതായത് സത്യഭാമയുടെ അഹങ്കാരത്തിനെ മാറ്റുന്നതിന് വേണ്ടി സത്യഭാമ, അതായത് എന്റെ സ്വത്ത് കൊണ്ട് ഭഗവാനെ അളന്നെടുക്കാമെന്ന് വിചാരിച്ചു. ഭഗവാന്റെ ത്രാസില് അത് പൊങ്ങുന്നില്ല. അവസാനം, ഹരേ കൃഷ്ണ, ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇന്റർനെറ്റ് ഒരു ചെറിയൊരു കണക്ഷൻ അൺസ്റ്റേബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് കട്ടായില്ലേ? ഞാൻ പറഞ്ഞ എന്നാലും മെയിൻ ഭാഗങ്ങളെല്ലാം കേട്ടല്ലോ. എന്തെങ്കിലും കേൾക്കാത്തതുണ്ടോ? ഇല്ല പ്രഭു, മെയിൻ ഭാഗങ്ങളൊക്കെ കേട്ടു പ്രഭു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ അങ്ങനെ ആ സത്യഭാമയിൽ നിന്ന് അപ്പം ആ ഭഗവാന്റെ
ആ ത്രാസ് ഭഗവാന്റെ ഇരുന്ന സീറ്റിംഗ് അത് പൊങ്ങാത്തപ്പോ രുക്മിണി ദേവി ഒരു തുളസിയില കൊണ്ടുവച്ചപ്പോ അത് വളരെ സ്പഷ്ടമായിട്ട് പൊങ്ങുകയാണ് ചെയ്തത്. സോ അങ്ങനെ ഓരോരുത്തരെ എടുക്കാം. നമുക്ക് ഓരോരുത്തരും ഫലം കൊടുത്ത ആരാണ്? ഫലം കൊടുത്ത ആരാണ്? പുഷ്പം കൊടുത്ത ആരാണ്? പുഷ്പം ആര് കൊടുത്തു? ഗജേന്ദ്രൻ അല്ലെ? ആ കഷ്ടപ്പാടുള്ള സമയത്ത് ആ വെള്ളത്തിൽ നിന്ന ഗജേന്ദ്രന് അവിടെ ഉണ്ടായിരുന്ന താമരപ്പൂ പറിച്ചിട്ടാണ് ഭഗവാനെ അത് ഓഫർ ചെയ്യുന്നത്. സോ ഗജേന്ദ്രൻ ഈസ് ഫോർ പുഷ്പം. ഫലം ഫ്രൂട്ട് കൊടുത്തതാരാണ്? രണ്ടുപേരൊക്കെ പറയാം നമുക്ക്. ആര്? അഹല്യ ഫ്രൂട്ട് കൊടുത്തു. ശബരി. ലീലാമ്മ എന്ന് പറഞ്ഞൊരു ലീലാമണിയോ? ലീലാമ യമുന നദിയിൽ വാഴപ്പിണ്ടിയിൽ ഇക്കരെ പോയി പഴം കൊടുത്തില്ലേ? അതെന്തോ അതെനിക്കറിയില്ല, ആ സ്റ്റോറി എനിക്കറിയില്ല. പക്ഷെ there is a fruit vendor, ഒരു ലേഡി, ഒരു ഓൾഡ് ലേഡി ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ട് വെണ്ടർ. കറക്റ്റ്. അവരാ കാര്യം നമുക്ക് പറയാം. സോ തോയം, വെള്ളം എനിക്ക് ഓർമ്മ വരുന്നില്ല ആരാണ്. No, I don't know. There could be many. So there are many people could have. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല, സ്പെസിഫിക് ആയിട്ട് ആരും എനിക്ക് ഓർമ്മ വരുന്നില്ല. മേ ബി when I remember I'll tell you. സോ അങ്ങനെ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ്? കാട്ടിൽ വെച്ച് അർജുന്റെ കൂടെ പോകുമ്പോ വെള്ളം വേണമെന്ന് പറയുമ്പോ ഇല്ല, അതൊരു ശാസ്ത്രത്തിലുള്ള സ്റ്റോറി അല്ല, അതൊരു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു സ്റ്റോറിയാണ്. അതൊന്നും ശാസ്ത്രത്തെ എവിടെയും ക്ലിയറായിട്ട് പറയുന്നില്ല. സോ എനിവേ ഭഗവാനോട് പറയുന്നു, എന്ത് ചെയ്താലും നിനക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ യു ഡു എനിത്തിങ് വാട്ട് എവർ യു ഡു, നീ എന്ത് ചെയ്താലും അത് എനിക്കൊരു ഓഫറിംഗ് ആയിട്ട് ചെയ്യൂ എന്ന് ഭഗവാൻ ഈസ് ഗിവിങ് ഒരു അടുത്ത ഓപ്ഷൻ തരികയാണ്. ഇനി അത് സാധിക്കുന്നില്ലേ, then offer your result to me, Arjuna. You give me your result. 28th ശ്ലോക, ഓക്കെ, 27 ശ്ലോക നമുക്കൊന്ന് ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് പോകാം. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. സോ ഭഗവാൻ പറയാണ്, യു ഡു ആസ് ആൻ ഓഫറിംഗ് ടു മീ. ഓക്കെ. മോക്ഷസേ കർമ്മബന്ധനൈ സന്യാസ യോഗയുക്താത്മാ വിമുക്തോ മാം ഉപൈഷ്യസി. ഇങ്ങനെ കർമ്മബന്ധനങ്ങളിൽ നിന്നും തജ്ജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാമാകാം. പരിത്യാഗം എന്ന തത്വം ഉൾക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. സോ നമ്മൾ ഓഫർ ദ റിസൾട്ട് ടു കൃഷ്ണ. ശുഭ അശുഭ ഫലേർ ഏവം. നല്ലതുമായിക്കോട്ടെ ചീത്തയും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, യു ജസ്റ്റ് ഡു ഇറ്റ്, ഓഫർ ഇറ്റ് ടു മീ, അതെനിക്ക് ഓഫർ ചെയ്യുക. സോ ഇങ്ങനെ ഭഗവാൻ പറയുന്നുവെങ്കിൽ നമുക്ക് തോന്നാം, ഈസ് നോട്ട് കൃഷ്ണ പാർഷ്യൽ. ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്തായി? ഇവരെ എല്ലാം ഭഗവാൻ കൊല്ലുകയല്ലേ ചെയ്തത്? He killed everybody, right? Krishna is equal to all, but specifically inclined to a devotee. Samoham sarvabhudeshu. I am equal to everybody, Arjuna. Samoham sarvabhudeshu. Name dveshya asti na priya. എനിക്ക് ആരോടും ദ്വേഷവുമില്ല, എന്റെ പ്രിയപ്പെട്ടവനുമില്ല. യേ ഭജന്തി തുമാം ഭക്ത്യ മയി തേ തേഷു ചാപ്യഹം. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല, എല്ലാറ്റിനോടും സമഭാവനയാണ് എനിക്കുള്ളത്. പക്ഷേ ഭക്തി പുരസ്സരം ആരാണോ എന്നെ സേവിക്കുന്നത് അയാൾ എന്റെ സുഹൃത്തും ഞാൻ അയാളുടെ സുഹൃത്തുമാണ്, അവൻ എന്നിൽ അധിവസിക്കുന്നു. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് അങ്ങനെ ഭഗവാനെ സ്പെഷ്യലായിട്ട് കാണുന്നവർക്ക് ഭഗവാനും സ്പെഷ്യലാണ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ സ്കൂളിലെ ആരെങ്കിലും ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു സ്കൂളില് ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന 4 പേരുണ്ട്. അവര് വളരെ ശ്രദ്ധാലുക്കളായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ടീച്ചർക്ക് വളരെ സന്തോഷമാകും. സോ ടീച്ചർ അവർക്ക് സ്പെഷ്യൽ ഇത് കൊടുക്കും, അവരെ ക്ലാസ് റൂമിൽ വിളിക്കും, അവർക്ക് ബുക്കുകൾ പറഞ്ഞു കൊടുക്കും, ബുക്കുകൾ കൊടുക്കും, അവരുടെ സംശയങ്ങൾ ക്ലിയർ ആക്കി കൊടുക്കും.
ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഒരു ദിവസം ബാക്ക് ബെഞ്ചിലേക്ക് പോകുന്ന സമയത്ത് അവര് കൂലങ്കഷമായിട്ടിരുന്ന് എഴുതുന്നത് പോലെ കണ്ടിട്ട് അവിടെ ടീച്ചർ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു കുരങ്ങന്റെ പടം വരച്ചു വെച്ചിരിക്കുക. ഇത് ടീച്ചറാണെന്റെ ടീച്ചറിന്റെ പടമാണെന്ന് എഴുതി വെച്ചിരിക്കുക. സോ ആ ടീച്ചർക്ക് ആ കുട്ടികളോട് ഇഷ്ടം തോന്നുമോ? തോന്നുകയില്ല. സോ തീർച്ചയായിട്ടും ടീച്ചർക്ക് മുമ്പിലുള്ളവര് ഇഷ്ടപ്പെട്ടു, മുമ്പിലുള്ളവരോടുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന റെസ്പോൺസ് തികച്ചും വ്യത്യസ്തമായിരിക്കും. സോ അത് ടീച്ചർ പാർഷ്യൽ ആണ് എന്ന് പറയാൻ പറ്റുമോ? ടീച്ചർ അവർക്ക് ഫുൾ മാർക്ക് കൊടുത്തു, ഞങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നില്ല എന്ന് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ പറയാൻ പറ്റുമോ? അവർ പഠിച്ചില്ല. സോ അവരെങ്ങനെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നവരെങ്ങനെ ടീച്ചറോട് നല്ല രീതിയിൽ റെസ്പോൺസ് കാണിച്ചോ അതിനനുസരിച്ച് ടീച്ചറും തിരിച്ച് കാണിക്കുന്നു എന്ന് മാത്രം. സോ സെയിം രീതിയിൽ ഭഗവാൻ കൃഷ്ണനും ആരാണോ ഭഗവാനെ അനന്യമായിട്ട് ഭജിക്കുന്നത് അവരോട് തീർച്ചയായിട്ടും ഭഗവാൻ ഫേവർ കാണിക്കും എന്നുള്ളത് ഉറപ്പാണ്. അഭിചേത് സുദുരാചാരോ ഭജന്തേ മാം അനന്യഭാ സാധുർ ഏവ സമന്തവ്യ സമ്യക് വ്യവസ്ഥിതോ ഹി. ഭഗവാന് കൃഷ്ണ എക്സ്ക്യൂസസ് ആൻഡ് പ്യൂരിഫൈസ് ആൻ ഇംപെർഫെക്റ്റ് ഡിവോട്ടി. നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എങ്കിലും ഭഗവാൻ അത് അംഗീകരിക്കും നമ്മളെ. നമുക്ക് ഭഗവാൻ അതിനുള്ള മാർഗം നമുക്ക് കാണിച്ചു തരും. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശാശ്വത് ശാന്തിം നിഗച്ഛതി കൗന്തേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. അർജുന, യു ഡിക്ലെയർ that no devotee of mine will perish. അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന ശാശ്വതമായ ശാന്തി നേടുന്നു. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ. അർജുനനോട് കൃഷ്ണൻ പറയുകയാണ്, നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ. എന്ത്? നമേ ഭക്ത പ്രണശ്യതി. അത് അർജുനന്റെ വാക്കുകൾ നമുക്കൊന്നുകൂടെ ദൃഢമായിട്ട് വിശ്വാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഇതാണ് ഭഗവാന്റെ ഭക്തവാത്സല്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 32 പറയുന്നു, പീപ്പിൾ ഓഫ് സിൻഫുൾ ബർത്ത് ഓൾസോ ക്യാൻ അറ്റൈൻ കൃഷ്ണ. there is no special person അല്ലെങ്കിൽ there is no pre qualification required. ഒരു തരത്തിലുള്ള മുൻ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം കൊണ്ട് വന്നെങ്കിലേ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കൂ എന്ന് ഒരിക്കലും ഭഗവാൻ പറയുന്നില്ല. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേപി സ്യു പാപയോനയഃ സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്രസ് തേപി യാന്തി പരാം ഗതിം. ഒരു വൈശ്യനോ ശൂദ്രനോ ആരുമായിക്കൊള്ളട്ടെ, ആരായിരുന്നാലും അവർക്ക് എന്നെ പ്രാപിക്കാം. ഈ ഭക്തിയുത സേവന മാർഗം അവർക്ക് സ്വീകരിക്കാം. What to speak about qualified people? Kim punar brahmana punya bhakta rajasa rajarishaya tatha anityam asukam lokam imam prapya bhajaswamam. പിന്നെ ബുദ്ധിശാലികളായ നിങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ ഇത് പ്രാപിക്കാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഭഗവാനോട് പറയുകയാണ്. അപ്പൊ അതാണ് കൃഷ്ണ കൺക്ലൂഡഡ് text 9:33 with the words bhajaswamam, engage in loving service unto me. എന്നെ ഭജിക്കുന്നത് കൊണ്ട് എന്ന് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകം അവസാനിപ്പിച്ചു. Now ഈ 34ാമത്തെ ശ്ലോകത്തിൽ he clearly tells us how to do so. എങ്ങനെ ചെയ്യണമെന്ന് ഭഗവാൻ ഇവിടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. എന്താണ് ചെയ്യേണ്ടത്? മന്മനാ ഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്ത്വൈവം ആത്മാനം മത്പരായണഃ. ഇറ്റ്സ് എ 4-pointed പോളിസി. മന്മന, എന്നെ ഓർക്കുക. ഭവമദ്ഭക്തോ, എന്റെ ഭക്തനാവുക. മദ്യാജി, എന്നെ പൂജിക്കുക. മാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ മാം ഏ വൈശ്യസി യുക്ത്വൈവം ആത്മാനം മത്പരായണഃ. ഐ ഗ്യാരണ്ടി യു അർജുന, യു വിൽ അറ്റൈൻ മീ. നീ എന്നിൽ എത്തിയിരിക്കും. ഈ ശ്ലോകത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഞാൻ മുമ്പ് പറഞ്ഞു. ഈ ശ്ലോകം എന്ന് പറയുന്നത് ഏതാണ്ട് ഭഗവത്ഗീതയുടെ മധ്യഭാഗത്ത് വരുന്ന ഒരു ശ്ലോകമാണ്. മധ്യഭാഗത്ത് വരുന്ന ശ്ലോകം. ഈ ശ്ലോകം വളരെ സേഫ് ആയിട്ട് ഭഗവാൻ ഡബ്ബയ്ക്കകത്തിൽ ഏറ്റവും അടച്ചു ഭദ്രമാക്കി വെച്ചിരിക്കുക. ഇറ്റ്സ് നോട്ട് ഡിസ്ക്ലോസ് ടു എവറിബഡി. ഭഗവാൻ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശ്ലോകമാണ്. ആ ശ്ലോകം നമ്മൾ ഇന്നിരിക്കുന്ന 22 പേർക്ക് കിട്ടുന്ന
വി ആർ സോ ഫോർച്ചുനേറ്റ്. 700 കോടി ജനങ്ങളില് ഈ 22 പേരാണ് ഇതിന് സൗഭാഗ്യം ലഭിച്ചവർ. ആ ശ്ലോകം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ സാധിച്ചാൽ there is nothing better than this. ഭഗവാൻ ഏറ്റവും സ്വരൂപിച്ചു വെച്ച് ഭഗവത്ഗീതയുടെ മധ്യഭാഗത്ത് വെച്ച് ഈ ശ്ലോകം രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. 18ാമത്തെ അധ്യായത്തിൽ മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനെ പ്രിയോസിമേ. അർജുന, ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാകുമെന്ന് ഞാൻ സത്യം ചെയ്ത് പറയുന്നു കൃഷ്ണ അർജുന എന്നാണ് ഭഗവാൻ പറയുന്നത്. സോ ഈ ശ്ലോകത്തിന് 2 മഹത്വങ്ങളുണ്ട്. ഒന്ന്, ഭഗവത്ഗീതയുടെ മധ്യഭാഗത്ത് വരുന്ന ഏറ്റവും സീക്രട്ട് ആയിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നോളജ് ആയിട്ട് വെച്ചിരിക്കുന്ന ശ്ലോകം 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ശ്ലോകം. സോ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ചാപ്റ്റർ 9ന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നോളജ്, ഇൻകൺസീവബിൾ റിലേഷൻഷിപ്സ്, നോൺ വർഷിപ്പ്, ഗ്ലോറീസ് ഓഫ് ഭക്തി എന്ന് പറയുന്ന കിങ് എന്ന അക്രോണിം വെച്ചിട്ട് നമുക്ക് ഈ ഒരു അധ്യായത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ. സോ we will join tomorrow with a new chapter, the 10th day of the overview course, 10th chapter, the opulence of the absolute. ഭഗവാന്റെ ഐശ്വര്യത്തെ കുറിച്ചിട്ട് പറയുന്ന അധ്യായമാണ് 10ാമത്തെ ശ്ലോകം. സോ താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ കൃതജ്ഞത, അങ്ങേയറ്റം കൃതജ്ഞത നിങ്ങളോട് എല്ലാവരോടും രേഖപ്പെടുത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ, എന്തെങ്കിലും സംശയം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ? ഹരേ കൃഷ്ണ. ആർക്ക് സംശയമൊന്നുമില്ല? ഹരേ കൃഷ്ണ പ്രഭുജി, കേട്ടത് ഒക്കെ ഇപ്പൊ മനസ്സിലായി. ഒന്നും കൂടെ ഇത് റിവൈസ് നല്ലതായിട്ട് മനസ്സിലാക്കി എടുത്താൽ മതി. അത്ര നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തന്നിട്ട്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് മാധവ്ജി. ഹരേ കൃഷ്ണ. യെസ് മാധവ്ജി. 11 മുതൽ 25 വരെ അതിന്റെ ഒന്ന് പറയൂ പ്രഭു. ഏത് മാധവ്ജി? 11 മുതൽ 25 വരെ എന്താ ഉള്ളതിന്റെ? നോൺ വർഷിപ്പ്, അതായത് ഭഗവാനെ ഭജിക്കാൻ സാധിക്കാത്തത് ആരൊക്കെയാണ്, ആർക്കൊക്കെ അത് പറഞ്ഞില്ലേ? അതായത് എന്താണ്? അവിജാനന്തി മാം മൂഢ മാനുഷ്യം തനുമാശ്രിതം. അതായത് മൂഢന്മാരായ ആൾക്കാര് ഞാൻ ഈ മനുഷ്യ രൂപത്തിൽ അവതരിച്ചത് കൊണ്ട് എന്നെ സാധാരണ മനുഷ്യനായിട്ട് വിചാരിക്കുന്നു. അവിജാനന്തി മാം മൂഢ മാനുഷ്യം തനുമാശ്രിതം എന്ന് പറയുന്ന ആ ശ്ലോകം തുടങ്ങുന്ന കാര്യങ്ങൾ അവിടെയാണ്. അതായത് മൂഢന്മാരായ ആൾക്കാര്, അതുപോലുള്ള ആൾക്കാർ എന്നെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല, എന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കത്തില്ല. അതുപോലെ തന്നെ അത് ഒരു വിഭാഗം. അടുത്ത വിഭാഗം ഭഗവാനെ അല്ലെങ്കിൽ പൂജിക്കുന്നു, അല്ലെങ്കിൽ ചെറിയൊരു ഭക്തി മാർഗത്തിലൂടെ വരുന്നുണ്ട് എങ്കിലും ഭഗവാനെ ദേവീദേവന്മാരെ വർഷിപ്പിക്കുന്നു, അങ്ങനെ ഇൻഡയറക്ട്ലി ഭഗവാനെ വർഷിപ്പ് ചെയ്യുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു. സോ ആ ഗ്രൂപ്പ് പറഞ്ഞതാണ് 11 മുതൽ 25 വരെയുള്ള നോൺ വർഷിപ്പ്, ഭഗവാനെ ഡയറക്റ്റ് ആയിട്ട് പൂജ ചെയ്യാത്തവർക്കുണ്ടാകുന്ന ഫലത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ കോൺസിക്വൻസിനെ കുറിച്ചും അവിടെ പറയുന്നതാണ്. ഓക്കെ മാതാജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുകോമള മാതാജി ചോദിച്ചു, സേതു മാധവൻ എന്ന് പറയുന്ന കണക്ഷൻ അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുവോ? ഹരേ കൃഷ്ണ. ഉഷാറാണി മാതാജി പറയട്ടെ. പ്രഭുജി, നമ്മുടെ ഭഗവാൻ മാത്രമാണ് ആത്മാവിനെ കുറിച്ച്, ഊർജത്തെ കുറിച്ച് ഇത്രയും ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ ആർക്കും അത് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിശേഷത, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഭഗവാന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ബിക്കോസ് എല്ലാ ആത്മാക്കളും വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ഭഗവാന്റെ അംശമാണ് നമ്മൾ. അതായത് ഭഗവാൻ എന്ന് പറയുന്നത് സച്ചിത് ആനന്ദ സ്വരൂപമാണ്. സത്ത് ചിത്ത് ആനന്ദ എന്ന് പറയുന്ന സ്വരൂപമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഭഗവാനിൽ നിന്ന് വേറിട്ട് വന്ന ചെറിയൊരു അംശമാണ് നമ്മളും. അതുകൊണ്ട് നമ്മളുടെയും
യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് സച്ചിദാനന്ദം തന്നെ, പക്ഷെ ക്വാളിറ്റേറ്റീവില് ഭഗവാന്റെ ക്വാളിറ്റിയുമായി നമ്മളുടെ ക്വാളിറ്റിയുമായി മാച്ച് ചെയ്യും. പക്ഷെ ക്വാണ്ടിറ്റിയിൽ നോക്കിയാൽ ഭഗവാൻ വിഭുവും നമ്മൾ അണുവുമാണ്. ഈ ഒരു വ്യത്യാസമാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ളത്. അതുകൊണ്ട് ഇത് പറയാൻ പറ്റിയ ഏറ്റവും ഉത്തമനായ വ്യക്തി ഭഗവാൻ തന്നെയാണ്. മനസ്സിലായോ ഉഷാറാണി മാതാജി? വേറെ ആർക്കും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ സാധിക്കത്തില്ല. അത് ഭഗവാൻ കൃഷ്ണ മാത്രമേ സാധിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, രമ വേണുഗോപാൽ മാതാജി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു? കേൾക്കുന്നില്ല മാതാജി? എന്തോ? I think she's talking something else there. ഹരേ കൃഷ്ണ, ക്ലിയർ ആയി പ്രഭുജി. ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. സേതു മാധവൻ എന്ന് പറയുന്ന കണക്ഷൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, വേറെ ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ we will end the session for today.